പപ്പുള്ളേ, നീ നായരമ്പലം ഷാപ്പിലെ കള്ളു കുടിച്ചിട്ടുണ്ടോ? കുടിക്കേണ്ടതാ. പിന്നെ ഞാൻ വൈകിട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് നായരമ്പലത്തോട്ട് പോവാം. ഗോപാലപിള്ളച്ചേട്ടന് ട്രിപ്പൊന്നും കിട്ടിയില്ലേ? കളിയാക്കാതെ. ഏയ്, എന്റെ വണ്ടിയുടെ എഞ്ചിൻ ഓഫാക്കാതെ ഞാൻ ഓടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് എന്നെയും കണ്ടാ കൊള്ളാമായിരുന്നു. ഇപ്പൊ എനിക്ക് വയസ്സായി പോയില്ലേ. ഇതിനെപ്പോലുള്ള ചെറുപ്പക്കാർ സുന്ദരക്കുട്ടക്കന്മാര് വണ്ടിയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോ നമ്മളെ വണ്ടിക്ക് ഓട്ടമില്ല. അങ്ങനെ ആരെങ്കിലും നോക്കുമോ തവളച്ചിട്ട? കിട്ടുന്ന വണ്ടിയിൽ കയറും. ഇതാണോ വണ്ടി? ഇപ്പോ ആ വണ്ടി കയറിയ അങ്ങോട്ട്. ഞാൻ വരട്ടെ. വീട്ടിലോട്ട് വൈകുന്നേരം വരാം. ഞാൻ വന്നിട്ട് നാലും മുന്നോട്ട് പോവാം. വരാം. പാലാഭിഷേകം നായരമ്പലം ഷാപ്പിലെ നല്ലിളങ്ങളെ പരമാനന്ദം. പാലാഭിഷേകം എന്താ എന്താ ചേട്ടാ ഇത്? ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. എടാ, നായരമ്പലം കള്ളെന്ന് വെച്ചാൽ അതിന്റെ ഒരു മനോഹാരിത നിനക്കറിയാമോ? ജീവിതത്തിൽ രണ്ടു മാത്രം കള്ള് കുടിക്കാതെ നിന്നെപ്പോലുള്ള ഒരു മനുഷ്യനാണോടാ? എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ കള്ള് കുടിച്ചിട്ടുമില്ല, ഇനി കുടിക്കുകയുമില്ല. അതെനിക്കറിയാം. ഈ മനുഷ്യന്റെ സർവ മനോവേദനകളും കൂടി ഈ മറക്കാൻ വേണ്ടി പണ്ട് പരമശിവൻ കണ്ടുപിടിച്ച ഒരു സാധനമാണ് ഈ അമർന്ന്. മരണം കാറിക്കാരണം. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വിടാം. ഞാൻ നടന്നു പോയിക്കോളാം. എഴുന്നേക്കണം. സമയം ഒരുപാടായി. വരണം, ഞാൻ കൊണ്ടുവന്ന് വിടാം. കള്ള് കുടിക്കുകയാണെങ്കിലും ചെറുക്കം വിവരമാവാനാ. അപ്പോ നല്ല കുമ്പാട്ടിലാണല്ലോ. നല്ല പോലോ ഒരു അങ്ങോട്ട് വേണ്ടേ? വാ വാ, അകത്തൊന്ന്. അപ്പൊ ഞാൻ പോട്ടെ. കോളേജല്ലോ നീ നിന്റെ ബംഗ്ലാവിലോട്ട് ചെന്നാൽ ഏത് ചക്കിയാണ് അവിടെ വെച്ച് കിളമ്പിത്തരായി? ചോറില്ലടി അവൻ തുടങ്ങാൻ.
ചോറ് കൊണ്ടിട്ട് പോവാ. പിന്നെ ഇവള് ജയിച്ചു കേട്ടോ, നമ്മുടെ മോള് സുമതിയെ. എന്തേ ജയിച്ചു? ഓ അടാ, ഞാൻ SSLC പരീക്ഷയിൽ പാസ്സായി സാർ. ഇപ്പോൾ പോയി ഈ കാര്യം പറഞ്ഞ എന്നെ വേണം കൊല്ലാൻ. ഡോക്ടർ നാടകം പഠിച്ചു പഠിച്ച കഥാപാത്രമായിട്ട് അങ്ങ് ജീവിച്ചു പോയി. ഞങ്ങൾ ഒരു വർഷമായിട്ട് ശ്രമിക്കുക ഒന്നിച്ചൊരു ഫുൾ റിഹേഴ്സൽ നോക്കാൻ. അയ്യോ, ഇങ്ങനെയാണെങ്കിലേ ശ്രീകൃഷ്ണൻ കൽപ്പന എത്താതെ ചത്തുപോകും. ഡോക്ടറെ, നമ്മൾ പഠിച്ച പണി 18 കഴിച്ചിട്ടും ഡോക്ടർ ഭാര്യയ്ക്ക് കലയോടുള്ള വിരോധം മാറുന്നില്ലല്ലോ. അയ്യോ, കലയോട് വിരോധമില്ല, അവളുടെ ഭർത്താവ് നാടകം എഴുതുകയും അഭിനയിക്കുകയും ചെയ്തുള്ള വിരോധം. നമുക്ക് ഈ നാടകമൊക്കെ അങ്ങ് മതിയാക്കാം. ഞാൻ എന്റെ മുടി ഒന്ന് വെട്ടിക്കട്ടെ, നിറച്ച് പേന. നാടക ലോകത്ത് ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന എന്റെ പേന ദിഗംബര പാഞ്ചാലി അഥവാ പാഞ്ചാലി വസ്ത്രാക്ഷരം എന്ന നാടകം നാടക ലോകത്ത് കോളിളക്കം സൃഷ്ടിക്കും. ഡോക്ടർ ചന്ദ്രൻ, ഡോക്ടർ ദുശാസനൻ എന്ന അപർണാഭയത്താൽ അറിയപ്പെടും. കമ്പൗണ്ടർ ശ്രീകൃഷ്ണനായിട്ടും നേഴ്സ് പാഞ്ചാലിയായിട്ടും ശോഭിക്കും. എന്റെ ഭാര്യയ്ക്ക് കലയോടുള്ള പ്രീതി വളർത്താനുള്ള മാർഗം ഞാൻ സൃഷ്ടിക്കും. സക്സസ്. ശരിയാണ് കേട്ടോ. ഒരു പക്ഷെ അടുത്ത തലമുറ എന്നെ കണ്ടു കഴിഞ്ഞാൽ ശ്രീശങ്ക കമ്പൗണ്ടർ പോകുന്നതാ പറയും. അപ്പൊ എന്നെ പേടിക്കണ്ട, പൊതിയനും കണ്ടു കഴിഞ്ഞ ഉടനെ പറയും എന്റെ പൈസ തരുമോ? അടി, എന്റെ പരീക്ഷണം 100% വിജയിച്ചിരിക്കും. പരീക്ഷണോ? സംഗീതത്താൽ സസ്യജാലങ്ങൾ വരെ വളരുമെന്ന് നീ കേട്ടിട്ടില്ലേ? എന്നാൽ സംഗീതം കൊണ്ട് രോഗങ്ങൾ വരെ ഭേദമാകുമെന്ന് ഞാനിതാ കണ്ടുപിടിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ നേഴ്സിംഗ് ഹോമൊക്കെ അങ്ങ് അടച്ചിട്ടും വെച്ച് ഒരു സംഗീത സഭ തുടങ്ങിയാൽ എന്താ? നീ ഇത്ര ഒരു വിവരമില്ലാത്തോളായിപ്പോയല്ലോ. നീ കലയെപ്പറ്റി വല്ല ധാരണയുണ്ടോ? എന്റെ ഭാവി ഡോക്ടർ സാർ വരണം സാർ. ഇതാ പരീക്ഷണത്തുള്ള സമയമായി. തലവേദനയ്ക്ക് കരകരപ്രിയ, പല്ലുവേദനയ്ക്ക് ഇന്തോളം ഓർ നാട്ട, ബ്ലഡ് പ്രഷറിന് ആഷാണ, വയറ്റിളക്കത്തിന് പൂവാളം, പനിക്ക് ഹംസാനന്ദി. വാദം പിത്തകഫങ്ങളാൽ വലയിതം മർത്യന്റെ രോഗങ്ങൾ, സംഗീതം താൻ പരമൗഷധം. വെറുതെയാണോ പ്രേഷനും മറ്റുമേ? ഗുന്മം ശൂലവിസർപ്പവും കൃമികടി വിസ്ഫോടവും മാറ്റിടാം. കാസം സന്നി കടുത്തതാം ജ്വരമിതും കണ്ഠത്തിനാൽ നീക്കിടാം. ഉദരവേദന മാറ്റിടുമൗഷധം ഉലകിതിൽ സംഗീത സാധന. ഉദരവേദന മാറ്റിടുമൗഷധം ഉലകിതിൽ സംഗീത സാധന. മലബന്ധം നീക്കുന്നു മധുരസ്വരാമൃതം, മലബന്ധം നീക്കുന്നു മധുരസ്വരാമൃതം, മനുജനു നൽകുന്നു ശോധന.
ഉദരവേദന മാറ്റിടുമൗഷധം ഉലകിതിൽ സംഗീത സാധന. അർബുദം പോലും അകറ്റും അത്ഭുതങ്ങൾ കാട്ടും സംഗീതം. അർബുദം പോലും അകറ്റും അത്ഭുതങ്ങൾ കാട്ടും സംഗീതം. വായുവിൻ ക്ഷോഭം നില വയറുകടി, വായുവിൻ ക്ഷോഭം നില വയറുകടി. വീക്കവും പാടും ശമിക്കും 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 ശമിക്കും. സരിഗപദ വീക്കവും പാടും ശമിക്കും. ദബദ ഗദ ദബദ ഗബദ സദ തിദരി ദദ ദരി ദദ ബദ സരി ഗരിഗ ദരി ഗരിഗ ദരി ദരി ഗാതി സരി സദ ദദ ദബദ വീക്കവും പാടും ശമിക്കും. ഗാഗ ഗാഗ രിരി ഗാഗ ഗാഗ ഗരിരി ഗരിരി പഗഗ പഗഗ ദബബ ദബബ സദ സദ രി സരി സ ഗരി ഗരി സദ സദ ഗരി സരി സദ സദ ബ ദബ ഗരി സദ സദ ബ ദബ ഗ പഗരി സദ ബ ദബ ഗ പഗരി ഗരി സ സരി രി ഗ പതി ഗ പ പദ ഗ പ ദ സ പദ ദ സ സരി രി ഗ ഗരി രി സ ദ ദ ബ ഗ ഗരി രി സ ദ ദ ബ പദ ദ സ സരി രി ഗ പ പദ ദ സ സരി ഗ ഗരി സ രി സ ദ പ രി സദ സാദ പഗ ദ പഗരി പഗരി സദ പ. ഭാഗി, നീ എന്തിനാ ചിരിക്കുന്നത്? നീ വല്ലതും കണ്ടോ? എന്നോടിത് വേണമായിരുന്നു. ഉറക്ക ഗുളിയെ പൊടിച്ചിട്ട് വെള്ളം കൊടുത്തും വെച്ച് സംഗീതം കൊണ്ട് രോഗം ഭേദമാക്കാൻ നടക്കുന്നു. ഇയാൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന വെള്ളം ഞാനാ എടുത്ത് മാറ്റിയത്. എന്റെ ഭാഗ്യം, നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഈ രോഗികളെ ഇവിടെ പറഞ്ഞയച്ചിട്ട് എന്റെ ദിഗംബര പാഞ്ചാലി നാടകത്തിന്റെ ഒരു റിഹേഴ്സൽ എടുക്കാൻ തുടങ്ങിയായിരുന്നു. ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്തോ ചെയ്യും? സംഗീതം കൊണ്ട് രോഗം ഭേദമാക്കാൻ സംഗീതം കൊണ്ട് രോഗം ഭേദമാക്കാൻ നടക്കുന്നു. അതൊക്കെ അങ്ങ് നിർത്തി വെച്ച് ഈ രോഗികളെ ശുശ്രൂഷിക്കാൻ നോക്കിയിട്ട് ഒരു ദിഗംബര പാഞ്ചാലി ഉണ്ടാക്കാൻ നടക്കുന്നു. ചേട്ടൻ ഇവിടെ? സുമതിയെ കാണാൻ തന്നെ. എന്നെ ഇപ്പോഴാണോ കാണുന്നത്? മുമ്പ് കണ്ടതുപോലെ അല്ലല്ലോ. ഇപ്പൊ പുതിയ സുമതിയല്ലേ, SSLC പാസ്സായ പുതിയ സുമതി. ആട്ടെ, എന്താ അടുത്ത പരിപാടി? അത് ശങ്കരേട്ടനല്ലേ തീരുമാനിക്കേണ്ടത്. സുമതിക്ക് ഇനിയും പഠിക്കണോ? അതിന് പണം വേണ്ടേ? ഞാനും ഗോളച്ചേട്ടനും കൂടി വിചാരിച്ചാൽ സുമതിയെ കോളേജിൽ അയക്കാൻ കഴിയും. പഠിക്കണോ വേണ്ടയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ശങ്കരേട്ടനല്ലേ? എന്നോട് എന്തിനു ചോദിക്കുന്നു? ഞാൻ ശങ്കരേട്ടന്റെ അല്ലേ? ശരി, എന്നാലും എല്ലാ കാര്യങ്ങളും ഗോപാലച്ചേട്ടനോട് ഞാൻ തുറന്നു പറയും. എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞ? അതായത് നമ്മുടെ കല്യാണക്കാര്യം ഉൾപ്പെടെ. അല്ലെങ്കിൽ പിള്ളച്ചേട്ടൻ ചോദിക്കും, എന്റെ മകളെ പഠിപ്പിക്കാൻ നീ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പഠിക്കണ്ട. പഠിക്കണ്ടേ? അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ആയോമേ, മഹാലക്ഷ്മി നിങ്ങളെ തേടി വരുമ്പോ എന്തിനാ ഇത്ര വലിയ ആലോചന? അന്തസ്സുള്ള ഉദ്യോഗം, വലിയ കുടുംബം. പയ്യന് എത്ര വയസ്സ് കാണും? മനസ്സിലായി മനസ്സിലായി. പല രണ്ടാം കെട്ടോ മറ്റോ ആണോ എന്ന് ആലോചിക്കുകയാണോ? അയ്യോ, അതൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ. ഈ ചിങ്ങമാസത്തില് 26 വയസ്സ് തികയും. എത്ര? 26. നല്ല രാജകുമാരനെ പോലിരിക്കും. എല്ലാം മോളെ ഭാഗ്യമാ. അല്ലെങ്കിൽ 50,000 രൂപ സ്ത്രീധനം കൊടുക്കാമെന്ന് പറഞ്ഞ MA കാരിയെ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മോളെ വേണ്ടിയെന്നും പറഞ്ഞ് ഈ ഒറ്റക്കാലിൽ ഇങ്ങനെ നിൽക്കും. എല്ലാം ദൈവനിശ്ചയം. ഇത് നടക്കുമോ പാച്ചപ്പിള്ള കേട്ടാ? എന്റെ പരദേവരെ,
അവളും അവളുടെ അച്ഛനും ഇതൊന്നും സമ്മതിച്ചെങ്കിൽ. പെണ്ണിന്റെ തലയിലെഴുത്തുണ്ടെങ്കിൽ എല്ലാരും സമ്മതിക്കും. പിന്നെ ഗോപാലപിള്ളയെ ഫറം സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അത് വേണ്ട, ഞാൻ പറയാം. ശരി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എന്തൊക്കെ ആയാലും ഇതിലും നല്ലൊരു സംബന്ധം നമ്മുടെ മോൾക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല. പാച്ചിപ്പിള്ള അങ്ങേരോട് സുമതിയുടെ അച്ഛൻ തന്നെ ഒന്ന് സംസാരിക്കണം. അത് വേണോ മാധവി? വേണ്ട, കണ്ടില്ലയോ, ഇതെന്ത് ചോദ്യമാ? എത്ര പണവും പ്രതാപവും ഒക്കെ ഉണ്ടായാലും ശങ്കരൻകുട്ടിയേക്കാൾ നല്ലൊരു ചെറുക്കിനെ നമ്മുടെ മോൾക്ക് വേറെ കിട്ടും. നിങ്ങൾക്ക് ഭ്രാന്ത. ഉള്ള കാലം മുതൽ ഈ ടാക്സി വണ്ടി ഓട്ടിച്ച് നടക്കുന്നവന് പെണ്ണിനെ കൊടുത്താലുണ്ടല്ലോ എന്റെ ഗതി തന്നെ അവൾക്ക്. നമ്മളെക്കാൾ കൂടിയെടുത്തുള്ള ഒരു സംബന്ധം നമുക്ക് ഒത്തുവരുമോ? എന്താ ഒത്തുവരാത്തത്? നീ പറയണത് തന്നെ ശരിയാണെന്ന് വെച്ചോ. ഞാനും നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? പെണ്ണിന്റെ അഭിപ്രായം കൂടെ കൂടി ആരായണ്ടേ? അവൾക്ക് എന്തറിയാം? എട്ടും പൊട്ടും അറിയാത്ത പെണ്ണല്ലയോ അവള്. ശരി, നീ ബഹളമൊന്നും കൂട്ടണ്ട. നാളെ ഒന്ന് നേരം വെളുത്തോട്ടെ, ഞാൻ ബാക്കിയുള്ള കണ്ടോ സംസാരിക്കും. സുമതി, ഈ അസമയത്ത് എന്താ? എനിക്കിവിടെ വന്നൂടെ? അതുകൊണ്ടല്ല, ഈ രാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക്. അതിരിക്കട്ടെ, ഇങ്ങോട്ട് വരുന്ന അച്ഛനും അമ്മയും അറിഞ്ഞു? ചോദ്യം കൊള്ളാം. അച്ഛനും അമ്മയും കൂട്ടിന് കൊണ്ടുവന്നില്ലേന്ന് ചോദിച്ചില്ലല്ലോ. അച്ഛനും അമ്മയും മാത്രമല്ല, നാട്ടുകാരെ മുഴുവനും കൂട്ടിന് വിളിക്കുന്ന ഒരു സന്ദർഭം വരും. അതെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാ മതി. നമ്മുടെ കാര്യം അച്ഛനോട് പറഞ്ഞോ? ഇതുവരെ സൗകര്യം കിട്ടിയില്ല. ഇനിയും താമസിക്കണ്ട. എനിക്ക് വേറെ കല്യാണാലോചന വന്നിട്ടുണ്ട്. കല്യാണാലോചന? ആര്? എവിടുന്ന്? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പാച്ചുപിള്ള അമ്മയോട് പറയുന്നത് ഞാൻ കേട്ടു. അത്രയേ ഉള്ളൂ. അത് സാരമില്ല. സുമതിയുടെ സമ്മതമില്ലാതെ കല്യാണം നടന്നു. ഈ കാര്യം അങ്ങനെ നിസ്സാരമാക്കണ്ട. നീ വിഷമിക്കാതിരിക്കൂ. പിള്ളച്ചേട്ടന് ഞാനെന്ന് വെച്ചാൽ ജീവന്. ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിപ്പെടുത്തിക്കൊള്ളാം. അല്ല, ഇത് പറയാനാണോ അങ്ങോട്ട് ഓടി വന്നത്? അതിനുവേണ്ടി മാത്രമല്ല. പിന്നെ ഇന്നത്തെ ദിവസം ചേട്ടൻ വീട്ടിൽ കാല് കുത്തിയോ? അത് ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് വലിയ ക്ഷീണം തോന്നി. ഞാൻ ഇവിടെ വന്ന് കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. എനിക്കുറക്കം വന്നില്ല ചേട്ടനെ കാണാൻ. എന്നാ പിന്നെ കണ്ടില്ലേ, അങ്ങ് പോകരുതോ? എനിക്ക് സമ്മതമില്ല. ഷടാ, ഒരു ഉറക്കമുണ്ടായിരുന്നതും കളഞ്ഞല്ലോ.
ഗോപാലപിള്ളച്ചേട്ടനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതിനിപ്പോ സമയവും സന്ദർഭമൊക്കെ നോക്കണം, നിനക്ക് പറയാൻ പറ്റും. അല്ല, നമ്മുടെ സുമതിയുടെ കാര്യം എങ്ങനെയാ? സുമതിയുടെ കാര്യം എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഇപ്പൊ SSLC പാസ്സായി നിൽക്കുകയല്ലേ, കോളേജിൽ അയക്കണ്ടേ? നിനക്കൊരു ജോലിയില്ലേ? വെറുതെ ഇല്ലാത്ത കാശുണ്ടായിക്കൊണ്ട് നീ കോളേജിൽ അയച്ച് പഠിപ്പിച്ചിട്ട് എന്തോ പ്രയോജനം? കഴിയുന്ന വേഗം ആരുടെയെങ്കിലും ഒരുത്തന്നെ കൈ പിടിപ്പിച്ച് അങ്ങ് വിടണം. തീരുമാനം ഒന്നും ആയിട്ടില്ലല്ലോ. അത് കൊള്ളാം. നീ ഇവിടെ വേണ്ടേ അതൊക്കെ തീരുമാനിക്കാൻ? നീ അറിയാതെ അവളുടെ കല്യാണം നടക്കൂടാ മണ്ട. അല്ല, അതെനിക്കറിയാം. റിഹേഴ്സൽ നോക്കാം. പകിടകളിയിൽ സ്വത്ത് പണയപ്പെടുത്തും, ധനം പണയപ്പെടുത്തും, പക്ഷെ മനുഷ്യനെ പണയപ്പെടുത്തും ഞാൻ ഇന്നവരെ കേട്ടിട്ടില്ല. അങ്ങനെ സംഭവിക്കും. പാണ്ഡവന്മാരും അവരുടെ ഭാര്യയായ നീ പാഞ്ചാലിയും ഇന്ന് എനിക്ക് പണം ആരാണ്ട് വന്നു ഉപദ്രവിക്കാനാണ്. പാഞ്ചാലി നേഴ്സേ ഒന്ന് പോയിട്ട് വന്ന് അല്ലെങ്കിൽ രാജ്യമതെങ്കിലും രാജ്യമാണെങ്കിലും പാണ്ഡവർക്കു കൊടുക്കണം. ഭഗവാനെ, കൃഷ്ണസ്വാമി, എനിക്കൊരു സംശയം ചോദിക്കാം. ധൈര്യമായിട്ടില്ല. എന്റെ ഭർത്താക്കന്മാർ ആദ്യം അവരെ പണയപ്പെടുത്തിയോ അതോ എന്നെ പണയപ്പെടുത്തിയോ? എഴുതിയിരിക്കുന്നത് അവരെ അവരെ പണയപ്പെടുത്തി. നാടകശാല നിശാചന വാലിനി നീലിമയോ ശശിരൂപവില്ലാസിനി ഏണ ഹിജാരിവൾ പാഞ്ചാലി, നിന്റെ അഹങ്കാരം ഞാൻ ഇന്ന് തീർക്കും. അന്ന് ഹസ്തിനപുരത്തിൽ സ്ഥലജലഭവം വന്ന് ഞാൻ നിരത്ത് പുത്തോന്ന് വീണപ്പോൾ നീ എന്ന് ചിരിച്ചില്ലേ? അയ്യോ, ഞാൻ ചിരിച്ചില്ല. ഇടി അഹങ്കാരി, അന്ന് നിന്റെ ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അയ്യോ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ആ അഹങ്കാരം കൊണ്ടാണ് നീ ചിരിച്ചത്. അയ്യോ, ഇന്ന് നീ എന്റെ അടിമയാണ്. അയ്യോ, നിന്റെ ഭർത്താക്കന്മാരും എന്റെ അടിമയാണ്. അയ്യോ, ഈ സഭാവാസികൾ മുമ്പ് വെച്ച് ഞാൻ നിന്നെ അവമാനിക്കും. അയ്യോ, സഭാവാസികൾ മുമ്പ് വെച്ച് ഞാൻ നിന്നെ മാനഭംഗപ്പെടുത്തും, നിന്റെ വസ്ത്രാക്ഷേപം നടത്തും. അങ്ങനെ ഈ സഭാജനങ്ങളെല്ലാം നിന്നെ കണ്ട് കൈകൊട്ടിച്ചിരിക്കുന്നു. അദ്ദേഹം ദുശാസനായി സാധാത്മ്യം പ്രാപിച്ചുപോയി. ആ കഥാപാത്രമായി ജീവിക്കുകയാണ്. അദ്ദേഹത്തിന് പരിസരബോധം നഷ്ടപ്പെട്ടുപോയി. അയ്യോ, ഈ കണക്കിന് പരിസരം മാറിപ്പോവല്ലോ. ഓടി അവിടുന്ന്. എന്റെ ദൈവമേ, ഈ ദുശാസനെ എനിക്ക് തന്നെ വെച്ചുള്ളൂ. ആനക്കൊല്ലം നഴ്സിംഗ് ഹോം, ആനവാടും നഴ്സിംഗ് ഹോം. മാന്യ മഹാജനങ്ങളെ, നിങ്ങൾ ബഹളം ഉണ്ടാക്കാതിരിക്കണം. നാളെ ഇതേ സമയത്ത് ഈ നഴ്സിംഗ് ഹോം ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. ഞങ്ങൾ കലാബോധമുള്ള നാട്ടിലേക്ക് പോകാൻ പോവാണ്. രണ്ടുപേർക്കും ഇഷ്ടമായി എന്നാ തോന്നണേ. അതോടുകൂടി എന്റെ ജോലി തീർന്നു. ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങ് പറഞ്ഞു ഒതുക്കിക്കൊണ്ടാ മതി. എന്തോ ഒതുക്കാനാ ബാക്കിയുള്ള? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ബാക്കിയുള്ളൊക്കെ അറിയാമല്ലോ. ഞാനൊരു ടാക്സി ഡ്രൈവറാ. വാരിക്കോരി ചോദിച്ചാൽ അയ്യോ, എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പണത്തിന് വേണ്ടിയല്ല ഞാൻ ഈ വിവാഹാലോചനയ്ക്ക് വന്നത്. എനിക്ക് അങ്ങയുടെ മകളെ ഇഷ്ടപ്പെട്ടു. അങ്ങക്ക് ഇഷ്ടമാണെങ്കിൽ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. പണം വേണമെങ്കിൽ സുഖം സാർ അങ്ങോട്ട് തരും. അല്ലേ സാറേ? അല്ല, ഈ ബന്ധത്തിന് പണം ഒരു പ്രശ്നമേ അല്ല. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്റെ ആര് മരിച്ചതാണ് നീ ഇവിടെ നിന്നും പോകുന്നത്? എന്തൊക്കെ വന്നാലും ശരി, ഞാൻ ശങ്കരേട്ടനെ കല്യാണം കഴിക്കും, തീർച്ച. അത് ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ? ഉള്ള കാലം ആ കൂലി വണ്ടി ഓടിച്ച് കഴിയില്ല. അവനൊക്കെ നിങ്ങൾക്ക് പെട്ടോളൂ. അച്ഛൻ ഇപ്പോഴും കൂലി വണ്ടി ഓടിച്ചാണല്ലോ കഴിയില്ല. എനിക്ക് അമ്മയ്ക്ക് വേണ്ടാന്ന് തോന്നിയില്ലല്ലോ. പെണ്ണെ, കുട്ടാപോക്ക് പറഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾ പറയുന്നത് മര്യാദയ്ക്ക് അനുസരിച്ചോ, അതാ നിനക്ക് നല്ലത്. അപ്പൊ പിന്നെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരട്ടെ. നമുക്കൊരു നല്ല ദിവസം മുഹൂർത്തം നിശ്ചയിച്ച് നമുക്ക് നടത്താം. അവിടെയാണ് ഒരു ചെറിയ കുഴപ്പമുള്ളത്. ഓഹോ, ആണെങ്കിൽ തീരെ ഇഷ്ടമല്ല. അത് കുഴയുമല്ലോ പറ്റുള്ളൂ. കുഴയാനൊന്നുമില്ല. എനിക്ക് 2500 രൂപ ശമ്പളമുള്ളൊരു ജോലിയുണ്ട്. പിന്നെ എന്റെ വീട്ടിലെ ഷെയറുണ്ട്. ഞാനും ഭാര്യയും കൂടെ സുഖമായിട്ട് ജീവിക്കും. വീട്ടുകാരൊന്നും ചെയ്യാനില്ല. അത്ര തന്നെ എല്ലാം നമ്മുടെ മകളുടെ ഭാഗ്യമെന്ന് കരുതിയാ മതി. പിന്നെ കല്യാണം കഴിഞ്ഞാലേ ഈ ടാക്സി ഒന്നും ഓടിക്കാൻ പറ്റത്തില്ല. രണ്ടുപേരും കൂടെ സുഖമായിട്ട് മകളുടെയും മരുമകന്റെ കൂടെയും പോയി പുറത്തോളണം.
അപ്പോഴേ ഞങ്ങൾ ഇറങ്ങട്ടെ. അടുത്ത വരവിന് നമുക്ക് ഒരു ജ്യോത്സ്യനെ വരുത്തി വിവാഹം മുഹൂർത്തം അങ്ങ് നിശ്ചയിക്കണം. ആരാ ഇവരൊക്കെ? സുമതിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കണ. സുമതിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോ? സുമതി സമ്മതിച്ചു? അവളുടെ സമ്മതം എന്തിനാ? ഞങ്ങൾ സമ്മതിച്ചാ പോരെ. ഗോപാലപിള്ള ചേട്ടൻ എന്നോടൊരു വാക്ക് പറഞ്ഞത് ഓർമ്മയുണ്ട്. വാക്കോ? ഞാനറിയാതെ സുമതിയുടെ കല്യാണം നടക്കില്ലെന്ന്. അതിനല്ലേ ഇപ്പം പറഞ്ഞു. പക്ഷേ കല്യാണം ചെയ്യാൻ പോകുന്ന വേറെ ആളല്ലേ? പിന്നെ എന്ത് വേണമെന്നാ നീ പറയുന്നു? സുമതിയെ നിനക്ക് കല്യാണം കഴിച്ചു തരണം. സുമതിയെ ഞാൻ കല്യാണം കഴിച്ചോളാം സുമതിയുടെ അമ്മേ. അതൊരു വലിയ സഹായമായി പോയല്ലോ. കലിയേക്കൊന്നും വേണ്ട. ശങ്കരേട്ടനല്ലാതെ മറ്റാരും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്നില്ല. നീ ഓടിയോളൂ. നിന്നെ ആരെങ്കിലും കൊണ്ട് വിളിച്ചു? ശങ്കരൻകുട്ടി, നിങ്ങൾ തമ്മിൽ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വാക്ക് പറയേണ്ടായിട്ട്? ഞാൻ വിവാഹം കഴിക്കുന്നത് സുമതിക്ക് ഇഷ്ടമാണ്. അങ്ങനെ വരട്ടെ. അപ്പൊ നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണല്ലേ? ആരോരും ഇല്ലാത്ത ഒരുത്തനാണല്ലോ എന്ന് കരുതിയാണ് ഞങ്ങൾ ഈ സ്നേഹമൊക്കെ കാണിച്ചത്. അല്ലാതെ മകളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയല്ല. ഇറങ്ങണോ? ദേവി, ഇത് ഞാൻ പറയുന്നത് കേൾക്കൂ പിള്ളച്ചേ. ഒന്നും കേൾക്കണ്ട. ഒരക്ഷരം നീ മിണ്ടി പോരൂടെ. ഇറങ്ങി കൊടുത്ത് ഞങ്ങളുടെ മകളെ ഞങ്ങൾ ഇഷ്ടമുള്ളവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിവാഹം നടക്കില്ല. ഇക്കാര്യത്തിൽ മത്സരിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാനും സുമതിയും ജീവിച്ചിരിക്കുമെങ്കിൽ ഈ കല്യാണം നടക്കും. ശങ്കരൻകുട്ടി, എന്താ വിളക്ക് കത്തിക്കാത്തത്? നീ എന്നോട് ക്ഷമിക്കണം ശങ്കരൻകുട്ടി. ഞാൻ കാണിച്ചത് ഒരു അവിവേകമായിപ്പോയി. സുമതിയും നീയും എനിക്ക് വേറെയല്ല. ദേഷ്യം വന്നപ്പോ അവളെ തല്ലുന്ന പോലെ ഞാനൊന്ന് തല്ലിപ്പോയതാ. നീ അത് മറക്കണം. അതെനിക്ക് വേദനിച്ചില്ല. അത് ഞാൻ അപ്പോഴേ മറന്നു. പക്ഷേ നിന്റെ വേദന എനിക്കറിയാം. ഞങ്ങൾക്കൊരു മകനില്ലാത്തതിന്റെ കുറവ് ഇത്രയും കാലം പരിഹരിച്ചിരുന്നത് നീയാണ്. എനിക്കും മാധവിക്കും നിന്നോട് അങ്ങേറ്റത്തെ വാത്സല്യമാണ്. അത് ഞാൻ മറന്നിട്ടില്ല, മറക്കുകയുമില്ല. സുമതിയെ നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ നിനക്കും ഞങ്ങളോട് ചില കടപ്പാടുകളെല്ലാം ഇല്ലേ? ആ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണ് ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വന്നത്. നിന്റെ അച്ഛനും അമ്മയും പോലെ കരുതി നീ ഈ സന്ദർഭത്തിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കും. ഞങ്ങൾക്ക് ഒരേ ഒരു മകളെ ഉണ്ട്. അവളെ ഒരു നല്ല നിലയിൽ എത്തിക്കാൻ നീ വിചാരിച്ചാലേ സാധിക്കും. അത് കണ്ട് കണ്ണടയ്ക്കാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്കുണ്ടാക്കി തരണം. ഇതിൽ കിഴം എന്റെ ജീവൻ ആവശ്യപ്പെടുകയല്ലേ നല്ലത്? മോനെ ശങ്കരൻകുട്ടി, നീയൊന്ന് ആലോചിച്ചു നോക്കും. എനിക്കാണെങ്കിൽ വയസ്സും പ്രായമായി.
എത്ര കാലം ഇനി ഇങ്ങനെ ഈ കൂലിവണ്ടി ഓടിച്ച് ജീവിക്കാൻ സാധിക്കും? ഓർമ്മ വെച്ച കാലം മുതലേ പട്ടിണിയും പരവതാനിയുമായി കഴിയുക. ഈ വിവാഹം ഒന്ന് നടന്നു കിട്ടിയാൽ അവളും രക്ഷപ്പെടും, കൂടെ ഞങ്ങളും രക്ഷപ്പെടും. എല്ലാ അച്ഛനമ്മമാർക്കും തോന്നുന്ന ആശയല്ലേ മോനെ? ഇത് തെറ്റുണ്ടോ? നീ പറ ശങ്കരൻകുട്ടി. ഞാൻ എന്ത് വേണം? സുമതിയുടെ ഈ കല്യാണത്തിന് നീ അനുവദിക്കണം. സുമതിക്ക് ഇഷ്ടമാണെങ്കിൽ നടത്തിക്കൊള്ളണം. അത് മാത്രം നീ പറയണ്ട മോനെ. നിന്നേക്കാൾ പിടിവാശിക്കാരിയാണ് അവൾ. നിന്റെ അത്ര വിവരവും അവൾക്കില്ല. നിനക്ക് അവളേക്കാൾ നല്ലൊരു പെണ്ണിനെ എപ്പോഴും കിട്ടും. പക്ഷെ അവൾക്ക് അവനേക്കാൾ പണവും ശേഷിയുള്ള ഒരുത്തനെ കിട്ടുകയില്ല മോനെ. നിനക്ക് എവിടെ ചെന്നാലും ജോലി ചെയ്ത് ജീവിക്കാം. അതിനുള്ള ആരോഗ്യവും തന്റേടവും നിനക്കുണ്ട്. നീ നാട്ടിൽ നിന്നാൽ അവളുടെ വിവാഹം നടക്കുകയില്ല മോനെ, നടക്കുകയില്ല. നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹത്തിന് ഇത്രയും വലിയ വില തരയേണ്ടി വരുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഞാൻ പാവപ്പെട്ടവനാണ്, ആരോരുമില്ലാത്തവനാണ്. എനിക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും അവകാശമില്ല. ശരി, ചേട്ടൻ പൊയ്ക്കൊള്ളണം. സുമതിയുടെ വിവാഹം നടത്തിക്കൊള്ളണം. ഒന്ന് നിൽക്കണേ. അയാൾ എന്തിനാ മറ്റേയാളെ അടിച്ചത്? അറിയില്ലേ? പൂച്ചാടി കേശവന് അയാളുടെ ശിഷ്യ ചാത്തി ചെല്ലപ്പനുമാ അത്. അയാൾ പിരിവിന് വന്നിരിക്കുന്ന സ്ഥലമാണ്. ആരും ഇരിക്കാനോ കിടക്കാനോ പാടില്ല. പിരിവോ? ആ, ഈ കരയിലുള്ള കൂലിവേലക്കാരെല്ലാം ആഴ്ചയിൽ ഒരു ദിവസത്തെ കൂലി അയാൾക്ക് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അതോടെ അവന്റെ അവസാനമാണ്. ആ കാലന്റെ കൈകൊണ്ട് കൊണ്ടിട്ടുള്ളവരാരും 90 കഴിഞ്ഞിട്ടില്ല. പോയാലോ തിരുവവിടെ? എന്റെ കുഞ്ഞിന് സൂക്കേട് വളരെ കൂടുതലാണ്. ഈ ആഴ്ചത്തെ കൂലി മുഴുവൻ കുഞ്ഞിന് മരുന്ന് മേടിച്ചു. അടുത്ത ആഴ്ച ചേർത്ത് തരാം.
ആരുടെ ചെല്ലാ കിടക്കുന്നത്? ഇറക്കുമതിയാന്നാ തോന്നുന്നു ആശാനെ. പയ്യൻ ചത്തു ഓടിക്കടേ, പിച്ചാത്തി പിടിക്കല് കിട്ടൂല. പറഞ്ഞാശാന അതല്ലേ വാങ്ങിച്ചത് പോരെ? വാങ്ങിച്ചാൽ കൊടുക്കാതെ ഞാൻ പോകാറില്ല. സമ്മതിച്ചു. വിട്ടുകേ ഇതുപോലൊരു രീതി ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടിട്ടില്ല. വലിയ വീട്ടിലേക്ക് പോവാം. സംശയിക്കണ്ട നീ. കേശവന് ഇതുവരെ ആരെയും ചതിച്ചിട്ടില്ല. വലിയ വീട്ടിലേക്ക് പോവാം. വാ മോളെ. ഇവള് എന്റെ മോള. ഇതാരാണെന്ന് അറിയോ? ഇല്ലച്ചാ. ആ, നിന്റെ ചേട്ടനാണെന്ന് വിചാരിച്ചോ? എടുത്ത് കുടിക്കേ. എനിക്കിതൊന്നും പരിചയമില്ല. ഓ, ഇത് കുടിക്കാൻ പരിചയപ്പെടാൻ തരുന്നിരിക്കണ്. ഒരടി അടിയുന്ന അല്ലേ ആശാനെ? ഒരു പിടുത്തം പിടിക്ക്. അപ്പറ പുള്ളിക്കാരൻ എപ്പോഴാ എഴുന്നേക്കുന്നത്? എണീക്കാൻ ഒരു നേരം ആവും. ഞാൻ വിളിക്കാം. ആശാനെ, ആശാനെ, ആശാനേ, ഇതോ ശങ്കരൻകുട്ടി എന്തിനോ പറയണം. എന്താ ശങ്കരൻകുട്ടി? ഞാൻ ഇറങ്ങുകയാണ്, ഒന്ന് ചോദിച്ചിട്ട് പോകാമെന്ന് കരുതി. പോണോ? എവിടെ? ഇങ്ങനെയില്ല, ജോലി അന്വേഷിച്ചു പോവുകയാണ്, കിട്ടുന്ന സ്ഥലത്ത് താമസിക്കും. എനിക്ക് പറയട്ടെ. അടിയന് ഈ നാട്ടിൽ ആരുമില്ലെന്നല്ലേ പറഞ്ഞത്? അതെ, ആരുമില്ല. എങ്കിൽ നിനക്ക് ഇവിടെ താമസിച്ചൂടെ? എന്തായിട്ടല്ല? പിന്നല്ലാതെ. അല്ല, അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഞങ്ങൾക്ക് എന്തൊരു ബുദ്ധിമുട്ട്? ഞങ്ങളുടെ തലയൊക്കെ കയറി കിടക്കാൻ പോണത്. ഞങ്ങൾക്കൊരു കൂട്ട് അല്ലേ ആശാനെ? ശങ്കരൻകുട്ടി, എന്തോ നിന്നെ കണ്ടപ്പോ മുതൽ എനിക്ക് നിന്നോടൊരു പ്രത്യേകത തോന്നി തുടങ്ങിയതാ. ഞാനും ഒരു കാലത്ത് നിന്നെപ്പോലെ ആരോരും ഇല്ലാത്തവരായിരുന്നു. അതൊക്കെ പോകട്ടെ. എന്ത് പറയുന്നു? ചോറ് റെഡിയാണോ ഉറങ്ങാൻ? പിന്നെ ചോറ് എവിടെ പോയി? വാങ്ങണേ, ചോറ് കൊണ്ടിട്ട് പോകാം. ഇവിടെ താമസിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ എന്തെങ്കിലും പണിയില്ലാതെ. നല്ല ഇടപാടായി. ആശാന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് പണിക്ക് പോകാനോ? ശരി, ആളുകൾ എന്തിനു പറയും? അത് കുറച്ചില്ലല്ലേ? അതിലും കുറച്ചിലല്ലേ പണിയെടുത്ത് കഴിയുന്നവന്റെ പങ്ക് പറ്റി ജീവിക്കുന്നത്. ശങ്കരൻകുട്ടി ആലോചിക്കുന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലായി. എവിടെ വേണമെങ്കിലും പോയി പണിയെടുത്തോളൂ. പക്ഷേ എന്തു തന്നെ ആയാലും രാത്രിയിലത്ത് ഊണും ഉറക്കവും ഇവിടെ എന്റെ കൂടെ ആയിരിക്കണം. എന്താ വിരോധമുണ്ടോ? എന്റെ ഒരു ആഗ്രഹമാണ്. എന്താ ചെല്ല? എന്തൊരു കിടന്ന് ആലോചിക്കാൻ, ശരിയെന്ന് പറ. എന്താ മോളെ?
മനസ്സിൽ പിടിക്കാതെ പോയത് കഴിച്ചോ? നീ എന്താ മോളെ ഒന്നും പറയാത്തത്? അമ്മേ, എന്താ മോളെ? എന്തുണ്ടായിരുന്നു പറ മോളെ. ശങ്കരൻ ചേട്ടനറിയാവുന്നേ. ശങ്കരേട്ടൻ? ശങ്കരൻ കുട്ടിയോ? ചതിച്ചോ ദൈവമേ, ചതിച്ചോ. മോളെ, നീ പറയുന്നതൊക്കെ നേരെ കൂടി. എന്നെ കൊന്നേക്കോമേ, എന്നെ കൊന്നേക്കോമേ. ഇങ്ങനെ ഒരു ചതി ചെയ്തിട്ടാണോ നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്? ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? ആരോട് പറയും? എങ്ങോട്ട് പോകും? ദൈവമേ, എടി പഴച്ചോളെ, അവൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് നിനക്കിതൊന്ന് പറഞ്ഞ് കഴിയാക്കാൻ വേണമായിരുന്നല്ലോ. എന്ത് പണി? ചെവി പാക്കമോ? നിങ്ങളെ പൊന്നു മോള് ചെയ്തു വെച്ചിരിക്കുന്നത് വന്നത് നിങ്ങൾ അറിഞ്ഞ? എന്ത് ചെയ്തു വെച്ചിരിക്കുന്നു? ഞാൻ ഈ കേട്ടത് നേരാണോ? എന്റെ അമ്മ പറഞ്ഞ നേരാണോ? നിന്നെ കൊണ്ടിട്ട് നീ കാണിച്ചു. നിന്റെ അമ്മ പറഞ്ഞ നേരാണോ? നിന്നെ എനിക്ക് വെച്ചില്ലടി. നിന്നെ കാണിക്കുന്നത് അവളെ കൊന്നത് കൊണ്ടോ നമ്മൾ ചത്തത് കൊണ്ടോ വല്ല പ്രയോജനമുണ്ടോ? പറയൂ. ഞാനിനി മനുഷ്യരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഞാൻ പറയുന്നതൊന്ന് നിങ്ങൾ സമാധാനമായിട്ട് കേൾക്കും. ഇനി ആലോചിക്കാനൊന്നുമില്ല. നിങ്ങൾ ഉടനെ പോയി ശങ്കരൻകുട്ടിയെ എവിടെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവരും. ഞാൻ ഇനി എവിടെ ചെന്ന് അന്വേഷിക്കാനാ മാധവി? ഞാൻ അവന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചിട്ടാണ് അവൻ ഈ നാട്ടിൽ നിന്ന് പോയത്. അവൻ ഇനി വരില്ല മാധവി, അവൻ ഇനി വരില്ല. മോളെ മീനാക്ഷി, എന്തേ? ശങ്കരൻകുട്ടി വന്നില്ലേ? അവൻ എന്താ ഇത്ര താമസിക്കുന്നത്? ചിലപ്പോ നീ ഒന്ന് പോയി നോക്കിയാലോ? വരുമാശാനെ, ശങ്കരൻകുട്ടി എന്തൊരു കൊച്ചു പിള്ളേ മറ്റാണ്. ആ അതാ വരണ പാണവും പൊയ്ക്കെട്ടും ഒക്കെ ആയിട്ട്. എന്താണ് ഈ കുട്ടയും പൊതിയും ഒക്കെ ആയിട്ട്? ഒന്നുമില്ല. ഇതാ എനിക്കോ? എനിക്കോ? അല്ല, എങ്ങനെ ഇരിക്കുന്നു? അസലായിരിക്കണം ആശാനെ. ഇത് മീനുവിന്. നീ തന്നെ അങ്ങ് കൊടുത്തേരെ. മോളെ, ചേട്ടൻ തരുന്നതാ, വാങ്ങിച്ചോ. ചെല്ല, ശങ്കരൻകുട്ടി എന്നെ തോൽപ്പിച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇല്ല. ശങ്കരൻകുട്ടി ഇവിടുന്ന് കഴിക്കുന്ന ശാപ്പാടിന് പണം തന്നപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇപ്പോഴെങ്ങനെ ഇതൊക്കെ വേണ്ടെന്ന് പറയാനൊക്കോ? സത്യത്തിൽ തോൽപ്പിച്ചു തന്നെയാണ്. എങ്ങനെ? ആരോരുമില്ലാത്ത എന്നോട് ആശാൻ കാണിക്കുന്ന ഈ സ്നേഹം എന്റെ ജീവിതത്തിൽ നിങ്ങൾ പോയി ആ പാച്ചുപിള്ളയെങ്കിലും കണ്ട് കല്യാണം നടത്താൻ നോക്കും. എല്ലാം ശരിയായിക്കോളും. ഒന്നും ശരിയാവില്ല. ഞാനതിന് സമ്മതിക്കില്ല.
ഇതിനെ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ഞങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നീ ഒന്ന് പറ. ഞങ്ങൾ നിന്റെ അച്ഛനും അമ്മയും ആയിപ്പോയില്ലേ. മോളെ, നീ ഇങ്ങനെ പിടിവാശിയും പിടിച്ചോണ്ടിരുന്നാൽ ഞങ്ങൾ നല്ല വിഭവം കഴിച്ച് ചത്ത കളയും കേട്ടോ. നിങ്ങൾക്ക് ഈ വിവാഹം നടത്തണമെന്ന് നിർബന്ധമാണോ? അല്ലാതെ മറ്റു മാർഗം ഒന്നുമില്ല മോളെ. എന്നെ എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടാൽ മതിയെങ്കിൽ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം, ഞാൻ ഗർഭിണിയാണെന്നുള്ള വിവരം വിവാഹത്തിന് മുമ്പ് അവരറിഞ്ഞിരിക്കണം. മാധവി, 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 എന്തേ? ആ പാച്ചുള്ള ചെറുക്കൻ വന്നാ ഇരുന്ന. നമസ്കാരം. അമ്മ അങ്ങോട്ട് ഇരിക്കണം. ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഓ, ജീവിതം സുഖം തന്നെ. എല്ലാം അറിഞ്ഞു കാണുമല്ലോ. എന്താണ്? പാച്ചുള്ള പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ല, അത് ചേട്ടൻ തന്നെ. എന്താണ്? എന്ത് സംഭവിച്ചു? പറയണം. ഈ വിവാഹം നടക്കില്ല. അതെന്താ? എന്തായാലും പറയാതെ തരമില്ലല്ലോ, പറയണം. ഞാൻ എങ്ങനെയാ പറയുന്നത്? പാച്ചുള്ള എന്നെ അങ്ങോട്ട് പറഞ്ഞു. സാറേ, വേറൊന്നുമല്ല, അവള് കൊച്ചല്ലേ, അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. മകള് ഇപ്പോൾ ഗർഭിണിയാണ്. അതുകൊണ്ടാണോ ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞു? എങ്കിൽ ഈ വിവാഹം നടക്കും. ഭഗവാനെ, ഞാൻ സ്നേഹിച്ചത് സുമതിയുടെ ശരീരത്തെയല്ല. ഈ സന്ദർഭത്തിൽ ഈ കുടുംബത്തിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. എന്റെ ഭഗവാനെ, കുഞ്ഞിനെ ദൈവം രക്ഷിക്കട്ടെ. എന്റെ പരദേവനെ, അപ്പോൾ നമുക്ക് ഈ ഒട്ടും താമസിക്കണ്ട. ഞങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണ്. വിശ്വാസമില്ല. നിങ്ങൾ ബളാ കള്ളൻ. അയക്കാസേജി കഴിഞ്ഞ ആഴ്ച 6 പെണ്ണിനെ അയക്കാമെന്ന് കോൺട്രാക്ട് ചെയ്തിട്ട് ഇതുവരെ 1 പെണ്ണെ കിട്ടിയിട്ടുള്ളൂ. എങ്ങനെ അയക്കും? ബോളോ, അത് ക്യാ സേഠ്ജി? ഒരു ലോസുമില്ല. ചേച്ചി ഒന്ന് പതുക്കെ പറയണം. നമുക്കെല്ലാം അയക്കാം. അരെ, എങ്ങനെ അയക്കും? പെണ്ണിന് പകരം നിങ്ങളെ അയച്ചാൽ മതി. പോലീസ് എല്ലായിടത്തും വല വെച്ചിരിക്കുകയാണ്. പഴയ പോലെ പെൺകുട്ടികളെ കിട്ടുന്നില്ല. അരേ ഭഗവാൻ, ഫിർ ക്യാ കർനാ? ബോളോ. ചേച്ചി, സുകുമാരൻ അത്ര മഠേനൊന്നുമല്ല. നല്ല ഒന്നാം തരം പൈങ്കിളി പോലൊരു പെണ്ണിനെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പോലീസിന്റെ കണ്ണിലൊന്നും പെട്ടില്ലല്ലോ. പോലീസിന്റെ കണ്ണിൽ പെട്ടാലെന്താ? ഞാൻ അവളെ കല്യാണം കഴിച്ചാ കൊണ്ടുവന്നിരിക്കുന്നത്. അവളെന്റെ ഭാര്യയാണ്. അരേ തും ബടാ ദിൽ വാലാ, വാ 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 വാ, വിളിക്കൂ വിളിക്കൂ. സുമതി, സുമതി, സുമതി.
കുഞ്ഞവിടെ നീ കത്തി എഴിഞ്ഞു പോയി മോളെ എന്ത് പറ്റി? പാമ്പ് കടിച്ചതാ. അങ്ങനെ മരിച്ചു കളയാമെന്ന് വിചാരിച്ചാണ് ഞാൻ നദിയിലിറങ്ങിയത്. ഏതായാലും പെട്ടെന്ന് വിഷവൈദ്യനൊക്കെ കൊണ്ടുപോയത് കൊണ്ട് രക്ഷപ്പെട്ടു. ഏതായാലും ഇനി ഭയപ്പെടാനൊന്നുമില്ല. ആട്ടെ, സുമതിനി എന്താ ഭാവം? എനിക്കൊന്നും അറിയില്ല. എന്നെ സുമതിയുടെ സ്വന്തം ചേച്ചിയെ പോലെ കരുതിയാൽ മതി. സുമതിക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കരുതോ? അത് നിങ്ങൾക്കൊരു ഭാരമല്ലേ? ഒരു ഭാരവുമില്ല. എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചത് സുമതിയല്ലേ? സുമതിയുടെ സ്വന്തം വീട് പോലെ ഇവിടെ കഴിയാം. പോരെങ്കിൽ ഈ പ്രായത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്കിറങ്ങി നടക്കുന്നതും നല്ലതല്ല. അവസരവും അതല്ലല്ലോ. അങ്ങനെ ആ പാച്ചം പടി കൊണ്ടുവന്നിട്ട് ആശാൻ വേണ്ടെന്ന് പറഞ്ഞത്? ശങ്കരൻകുട്ടി പറയുന്നത് ശരിയാണ് ചെല്ല. അന്യന്റെ അധ്വാനം ഏത് വിധത്തിൽ സ്വീകരിക്കും ചൂഷണമാണ്. അപ്പോ നമ്മളിനി എന്തിനു ചെയ്യും? എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം. നീ ആരാ കാര്യം പറയും? അയ്യോ, ഒരുത്തൻ എനിക്ക് ജോലി തരാമെന്നും പറഞ്ഞ് നാട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ട് വന്ന് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടോടിയത്. അയാളെന്നെ കൊല്ലാൻ വരുന്നു. നീ പേടിക്കാതെ കുഞ്ഞ് ചെല്ല. നീ ഇവിടെ കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോകും. ഞാൻ അവനെയും കൂട്ടി പുറകെ വന്നേക്കാം. മിസ്റ്റർ, അവളുടെ ഭാര്യയാണ്. നിങ്ങളുടെ ഭാര്യയോ? അതെ. അയ്യോ, ഞാനത് അറിഞ്ഞില്ല. ഞാനേ അവളെ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിരിക്കുകയാണ്. വാ, നമുക്ക് പോവാം. ചെല്ലമ്മ, കാർത്തിയാനി, ലക്ഷ്മി, അയ്യോ. പെൺകുഞ്ഞ,
വെളിയിലൊന്നും കാണാനില്ലല്ലോ. ഓ, അച്ഛൻ മരിച്ച ദുഃഖമായിരിക്കും. അതിനെന്താ, എല്ലാത്തിനും ഉള്ള ചേട്ടനുണ്ടല്ലോ. നിങ്ങൾ വേണ്ടാത്തൊന്നും പറയരുത്. അയ്യോ, ഞങ്ങൾക്ക് എന്തിനാ പറ്റേ ഈ കൊല്ലാപ്പ്? അവസാനം നീ വന്യാകാരമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനെന്താ, അവളെ ചേട്ടൻ കെട്ടിയാലോ? പണ്ടുകൊണ്ട് ഞണ്ടിന് വാല്, എങ്കിലും ഇപ്പൊ വയ്യേ. അവൾ അയാളുടെ വെപ്പാട്ടിയാ. അയാൾ ചെലവിന് കൊടുത്ത് വെച്ചിരിക്കുക. അയ്യോ, ഞങ്ങൾക്ക് എന്തിനാ പറ്റേ ഈ കൊല്ലാപ്പ്? അവസാനം ഒന്നായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിനെന്താ, അവളെ ചേട്ടൻ കെട്ടിയാലോ? പണ്ടുകൊണ്ട് ഞണ്ടിന് വാല്, എങ്കിലും ഇപ്പൊ വയ്യേ. അവൾ അയാളുടെ വെപ്പാട്ടിയാ. അയാൾ ചെലവിന് കൊടുത്ത് വെച്ചിരിക്കുക. എന്തൊരു വേലയാണ് പെണ്ണെ ഈ കാണിക്കണത്? ചേട്ടാ, ചേട്ടാ, ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ചേട്ടാ. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലേ? എന്താ? അയൽപക്കക്കാരെല്ലാം എന്നെ ആക്ഷേപിക്കുന്നു ചേട്ടാ. ആക്ഷേപിക്കുന്നു? എന്താണ്? ഞാൻ ശങ്കരൻ ചേട്ടന്റെ വെപ്പാട്ടിയാണെന്ന്. ശങ്കരൻ ചേട്ടൻ എനിക്ക് ചെലവിൽ തന്നിരിച്ചിരിക്കുകയാണെന്ന്. അതാണോ കാര്യം? ആരാണ് പറയണത്? വടക്കേപ്പറമ്പിലെ കാർത്തിയമ്മയും കൊച്ചുപാറുവക്കനും. ആര്? ആ തൊത്തിപ്പാക്കറിന്റെ ഭാര്യ? അതെ. എന്റെ ആശ മരിച്ചതുകൊണ്ട് അങ്ങേരെ മോളെ എന്തും പറഞ്ഞു കളയാമെന്ന, ചോദിക്കാനും പറയാനും ആണില്ലെന്ന്. നീ ഇവിടെ പോകുന്നു? മീനുവിനെ ആക്ഷേപിച്ച കൂട്ടങ്ങളുടെ കുടലെടുക്കാൻ. അവര് പറയുന്നത് ന്യായമല്ലേ? എന്തൊരു ന്യായം? പ്രായമായ ഒരു പെൺകുട്ടിയുടെ കൂടെ അന്യനായ ഒരു ചെറുപ്പക്കാരൻ തനിച്ച് താമസിച്ചാൽ ആളുകൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമല്ലോ. അത് പറയാൻ യുവത്വങ്ങളാര്? അങ്ങനെയല്ല, അതിനുള്ള മാർഗം നമ്മൾ ഉണ്ടാക്കരുത്. എങ്ങനെ? മീനുവിന്റെ കല്യാണം ഉടനെ നടത്തണം. ചെറുക്കൻ? നിങ്ങൾക്ക് രണ്ടുപേർക്കും വിരോധമില്ലെങ്കിൽ ഞാൻ തന്നെ. നീ ഒരു വലിയ മനുഷ്യനാണ് കേട്ടോ. വലിയ മനുഷ്യൻ, വളരെ വലിയ മനുഷ്യൻ. ഇത് കാണാൻ ആശാനില്ലാതെ പോയത്. കല്യാണം കഴിഞ്ഞു പോയിട്ട് ഒരു വിവരമില്ല. നീ ഒന്ന് സമാധാനിക്ക്.
ഞാൻ നാളെ ആ പാച്ചുള്ളിലൊക്കെ ഉണ്ടാവിട്ട് മേൽവിലാസം ഒന്ന് മേടിച്ചോണ്ടിരാം. നമുക്ക് നാളെ തന്നെ എഴുത്ത് എഴുതി അയക്കാം. ശരി. മീനു, മീനു, നിന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടായിരുന്നു? ഇല്ല. ഇപ്പൊ നിനക്ക് സന്തോഷമായോ? ഇല്ല. എന്താ ഇത്? എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലല്ലോ എന്നെ കല്യാണം കഴിച്ചത്. പിന്നെ എന്നെ ആർക്കും വേണ്ടാത്തത് കൊണ്ടല്ലേ? പാവം മീനു. മീനു, നിന്നെ എനിക്ക് ഇഷ്ടമാണ് മീനു. സത്യമാണോ? സത്യം, സത്യം. ഇങ്ങനെ പേടിച്ചാലോ? പാഞ്ചാലിക്ക് അറിഞ്ഞൂടാ. അതിരപുരം തന്നെ ബാലാരുള്ളി. മഹാഭാരത യുദ്ധം ഇപ്പോഴേ ആരംഭിച്ചിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവാ ഡോക്ടർ. അയ്യോ, നാടകരങ്ങുന്നതിന് മുമ്പ് അതുപോലെ ഇന്ന് ഞങ്ങളെ ഓടിച്ചിട്ട് തന്നെ ഡോക്ടറുടെ ഭാര്യ. അവൾ പാണ്ഡാപക്ഷമാണ്. ഞങ്ങളെ ഇവിടുന്ന് ഓടിച്ചെങ്കിലേ ഡോക്ടർ ഭ്രാന്ത് മാറുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ഓടണ്ട, ഞാൻ ഇവിടെ ഓടിച്ചോളാം. എന്ത് വേണം? ആകി, നീ ശ്രീകൃഷ്ണനെയും പാഞ്ചാലിയെ തല്ലിയോ? തല്ലി. ഈ 2 മാസങ്ങളെ ഇവിടുന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനിയും തല്ലും. നീ എന്നെ തല്ലുവോ? അയ്യോ, അങ്ങനെ തല്ലാനൊക്കുവോ? ദുശാസൻ തല്ലിയോ? കൊല്ലും. ഞാനല്ല, ഈ നാട്ടുകാര്. അതിനു മുമ്പ് ഈ നാടകഭ്രാന്ത് നിർത്തുന്നതാ നല്ലത്. നാടകഭ്രാന്ത് നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. 2 കൽപ്പിച്ചാൽ ഇറങ്ങിയിരിക്കുക. അപ്പൊ നിങ്ങൾ ഇവത്തുങ്ങളെ ഇവിടുന്ന് പറഞ്ഞയക്കത്തില്ലല്ലോ? ഇല്ല, ഇല്ല, ഇല്ല. ശരി, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയിക്കോളാം. പോയിക്കോ. ദിഗംബര പാഞ്ചാലിക്കകത്ത് ശ്രീകൃഷ്ണനും പാഞ്ചാലിയും മതി. ഭാര്യ വേണമെന്ന് പുരാണം പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. വേണ്ട, ഇത് കളിയൊന്നുമല്ല. ഇനി ഭാര്യ വേണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ തിരിച്ചു വരുത്തൊന്നുമില്ല. ഞാൻ ഇതൊരു നാശമായല്ല. നീ ഒന്ന് പോ, ഞങ്ങൾ ഈ നാടകം നടത്തി. ശരി, സലാം. ഡബിൾ സലാം. പാഞ്ചാലി, ഡോക്ടർ സാർ, ഡോക്ടർ സാർ, നോക്കൂ, കൈ പിടിക്കാൻ കൊടുത്തില്ല. ഇത് കുഞ്ഞാണ്. കുഞ്ഞിനെ ഞാൻ കൊലയോടുകൂടി അറുത്ത് കൊണ്ടുവന്നു. ഇനി ഡോക്ടർ ഭാര്യ പോവില്ല. കുഞ്ഞില്ലാതെ ഡോക്ടർ ഭാര്യ പോകും. ഇത് ചുമ്മാതല്ല, ശ്രീകൃഷ്ണന്റെ സഹായത്തോടുകൂടി പാണ്ഡവന്മാര് ജയിച്ചത് കേട്ടോ. ഏതായാലും ഭാര്യ ഇത് അറിയണ്ട. എന്റെ കുഞ്ഞിനെ തൊട്ടിലോട് ആൾക്കാരെ മാത്രമൊന്നും താനാവായിട്ടില്ല. എന്റെ കുഞ്ഞിനെ ശ്രീകൃഷ്ണൻ അപകടത്തിൽ. എന്റെ കുഞ്ഞിനെ കാണിച്ചു തന്നത്. ഏത് കുഞ്ഞ്? ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞ്. നീ ഇവിടെ വന്നപ്പോ നിന്റെ കയ്യിലോ വയറ്റിലോ കുഞ്ഞുണ്ടായിരുന്നു? അനാവശ്യം പറയരുത് കേട്ടോ. ഞാൻ അത്രക്കാര്യം നല്ലത് അറിയാമല്ലോ. ആഹാ, അപ്പം വെറും കയ്യും വീശി വെറും വയറോട് ഇവിടെ കയറി വന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് നിനക്ക് കുഞ്ഞുണ്ടായത്. അതും എന്റെ പ്രയത്നം കൊണ്ടാണ് നിനക്ക് കുഞ്ഞുണ്ടായത്. അതുകൊണ്ട് ഈ കുഞ്ഞ് എന്റെ കുഞ്ഞാ. നിനക്ക് പോണോ നീ പറഞ്ഞില്ലേ? നീ അങ്ങ് പോ, മെനക്കെടുത്താതെ സമയങ്ങളെ പോ. വേരുവാശാന്റെ കളരി, വേരുവാശാന്റെ ആൾക്കാര് നമുക്കിതിന് കാര്യം. ഓടി ഒരു സദസ് മുഴുവൻ കുഷ്ടാൻ പോവാ. പിന്നാണ് നീ പോക്കിന് പോ. പപ്പാ, നീ കരോള ശ്രീകൃഷ്ണ ഭഗവാന്. അവള് പൊക്കളയോ? പോയില്ല, തിരിച്ചു വരും. കുഞ്ഞിവിടെയല്ലേ ഉള്ളത്. കൊച്ചു സുന്ദരിയാ. ഇവിടെ കണ്ണും നോക്ക് നോക്കി എന്തൊരഴകാ. അവളുടെ അച്ഛനെ പോലെയാണ് ചേച്ചി. അന്ന് ആറ്റിച്ചാടാൻ പോയില്ലേ? ഇന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് സുമതിക്ക് തോന്നുന്നു. ഞാനും ഭാനുവിന്റെ അച്ഛനുമായി മിക്കവാറും വഴക്കുണ്ടാക്കും. ചിലപ്പോ അങ്ങ് ചത്ത് കളയാമെന്ന് വരെ വിചാരിക്കാം. പക്ഷേ എന്റെ ഭാനുവിന്റെ മുഖം കാണുമ്പോൾ ഞാൻ എല്ലാം മറക്കും. ഞാനും അങ്ങനെയാണ് ചേച്ചി. ഇവളുടെ മുഖം കാണുമ്പോൾ എല്ലാ ദുഃഖങ്ങളും മറക്കും. പക്ഷേ ഇവളെ കാണേണ്ട ആള് കണ്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ
സങ്കടപ്പെടാറുണ്ട്. തീർച്ചയായും നിന്റെ ശങ്കരൻ ചേട്ടൻ ഒരിക്കൽ വരും. നിങ്ങൾ കണ്ടുകൊണ്ട് കരയാതിരിക്കും. നിങ്ങളാണ് സമ്മതിക്കാത്തത്. വരും ഡോക്ടറെ, കൊച്ചിന്റെ തള്ള തന്തയെ കാണാൻ വരും. അത് ഒരു കാര്യം ചെയ്താലോ, അമ്മയ്ക്ക് കമ്പി അടിച്ച അമ്മ വരും, എന്റെ അമ്മ. ഈ കുഞ്ഞിനെ കൊണ്ട് അങ്ങ് പോവുകയും ചെയ്യും. ഐഡിയ ഐഡിയ. എന്നാലും ഞാൻ തോക്കാൻ പോകുന്നില്ല എന്റെ ഭാര്യയുടെ മുമ്പ്, കേട്ടോ? നീ അത് കരഞ്ഞോ? നെഞ്ചിനകത്ത് ഇപ്പോഴും വേദന ഉണ്ടോ മോളെ? മാസം കഴിഞ്ഞ് നിൽക്കുമ്പോൾ വേദന നല്ലതല്ലല്ലോ. എന്താണ് അനിമച്ചി? നെഞ്ചിനകത്ത് വേദനയാ മണി. അതൊന്നും സാരമില്ല. ആശുപത്രിക്കകത്ത് കൊണ്ടുപോകണം. അയ്യോ വേണ്ട, എനിക്ക് അങ്ങനെയുള്ള അസുഖമൊന്നുമില്ല. ഇപ്പൊ രാത്രിയായില്ല മതി, നമുക്ക് നാളെ കൊണ്ടുപോകാം. നീ എവിടെ എഴുന്നേറ്റ് പോകുന്നു? ഊണ് കഴിക്കണ്ടേ? എനിക്ക് ഫോണൊന്നും വേണ്ട, വേണമെങ്കിൽ ഞാൻ വിളമ്പി കഴിച്ചോളാം. നീ കിടക്ക. എന്റെ കുഞ്ഞിപ്പ എന്ത് ചെയ്യുന്നു? എന്റെ മനസ്സിനൊരു സമാധാനമില്ല. വിഷമിക്കാനുണ്ടോ ഭാഗി? അവന്റെ അച്ഛന്റെ കൂടെയല്ലേ, നീ ഒന്ന് സമാധാനിക്കേ. അതെ, നിങ്ങൾ പറ്റിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓരോരുത്തരും അവരവരുടെ ജോലി ചെയ്താ പോരെ ശങ്കരി. എന്റെ കുഞ്ഞിന്നലെ ഉണ്ടട്ടില്ല, ഉറങ്ങിയിട്ടില്ല, നിങ്ങൾക്കറിയാമോ? പിന്നെ കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് പോകുന്നത് എന്താ? പോരുന്നെങ്കിൽ കുഞ്ഞിനെയും അവന്റെ തന്തയെയും കൂട്ടിക്കൊണ്ടു പോരണം. അല്ല, നീയാണെങ്കിൽ അതേ ചെയ്യൂ. ഇവൾക്ക് അതിനുള്ള സാമർഥ്യം ഇല്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? കുഞ്ഞിനെ കൊണ്ട് പരിപാടിക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. അറിയാൻ എന്തിരിക്കണം മോളെ? ഒന്നേ നീ അങ്ങോട്ട് ചെന്ന് കുഞ്ഞിനെ അവനെയും കാണും, അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വന്ന് നിന്നെ കാണും, മാത്ര തന്നെ. അങ്ങോട്ട് എന്തായാലും ഞാനില്ല. അല്ലെങ്കിൽ ആ മനുഷ്യൻ ഇവിടെ വന്ന് എന്നെ വിളിക്കട്ടെ. അതിന് വേണമെങ്കിൽ നമുക്ക് വല്ല പ്രാർത്ഥനയോ വഴിപാടോ നടത്തിക്കളയാം. ഭഗവാനെ രക്ഷിക്കണേ, ആ ദുശാസന്റെ ദയവ് തോന്നണേ. ഇപ്പൊ അങ്ങോട്ട് ഉറങ്ങിയതേ ഉള്ളൂ. ഇതെന്താ? അത് ഞാൻ നമുക്കൊരു ഉടുപ്പ് വാങ്ങിച്ചതാ. ഇത്ര നേരം അച്ഛാ അച്ഛാ എന്ന് വിളിച്ചോണ്ടിരിക്കായിരുന്നു. ഓ, പെണ്ണ് അച്ഛനെ കാണാൻ ഉറങ്ങേ ഇല്ല. അത് ശരിയാ, അവളെന്റെ തനി സ്വരൂപല്ലോ. എന്നെപ്പോലെ ഒരിക്കലും നോക്കി. അത്രയ്ക്കൊന്നും പറയണ്ട, എന്നെ പോലെയാ. എന്നെപ്പോലെ? എന്നെ പോലെയാ. എന്നാ വഴക്ക് വേണ്ട, നമ്മളെ രണ്ടുപേരും പോലെ. അല്ല, ഇതാണ് ചെല്ലപ്പനോ? ഇത്രയും നാൾ എവിടെയായിരുന്നു? ഞാൻ അവനെ അന്വേഷിച്ച് നടക്കുക. നീ എവിടെ പോകുന്നു ഫ്ലാസ്ക് ഒക്കെ ആയിട്ട്? മീനാക്ഷി ആശുപത്രിയിലാണ്. വിശേഷമൊന്നുമില്ല, ആദ്യത്തെ പ്രസവമല്ലേ, വിഷമിക്കാനൊന്നുമില്ലെന്നാ ഡാക്ടറുടെ അഭിപ്രായം. അത് ശരി, അങ്ങനെ പറയട്ടെ. അപ്പൊ അച്ഛനല്ലേ? ഞാൻ കൂടെ വരാം.
ഞാൻ എന്തു മഹാപാപം ചെയ്തു? ഈ കുഞ്ഞിനെ ഞാനിനി എങ്ങനെ വളർത്തും? മോൻ സങ്കടപ്പെടണ്ട, കുഞ്ഞിനെ ഞാൻ നോക്കിക്കൊള്ളാം. നാണിയമ്മ അയൽക്കാരിയല്ല, എന്റെ പെറ്റമ്മയെ പോലെയാണ്. എന്റെ മീനുവിന് വേണ്ടി നാണിയമ്മ എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ചു. പക്ഷേ എല്ലാം ദൈവനിശ്ചയാണ് മോനെ. ചേട്ടൻ ഇന്ന് ജോലിക്ക് പോയില്ലേ? പോയി, നേരത്തെ വന്നു. ചേച്ചി വന്നില്ലേ? ഇല്ല. സുമതി, എന്റെ ഒരു ആശയാണ്. സുമതിയെ കൂടെ ഞാൻ കല്യാണം കഴിച്ചോളാം. ചേട്ടാ, ചെല്ലുന്ന വഴക്കൊന്നും ഉണ്ടാക്കത്തില്ല, അവളെ ഞാൻ സമാധാനപ്പെടുത്തിക്കാം. അയ്യോ ചേട്ടാ, എന്നാലും എന്നോട് ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ. നിങ്ങൾ രണ്ടുപേരും എനിക്ക് എന്റെ സ്വന്തം സഹോദരങ്ങളെ പോലെയാണ്. എന്നോട് ഇങ്ങനെ ഒന്നും ചോദിക്കരുത്, ഈശ്വരനെ ഓർത്ത് എന്നോട് ചോദിക്കരുത്. ശരി, കല്യാണം കഴിക്കാൻ കഴിയുമെങ്കിൽ വേണ്ട. നമുക്കിവിടെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല ജീവിച്ചോ. ചെല്ലുന്ന അറിയില്ല. മരിച്ചാലും ഞാനത് ചെയ്യില്ല. ചിലവരുടെ ജോലിക്ക് ഞാൻ വഞ്ചിക്കില്ല. എനിക്കെല്ലാം മനസ്സിലായി. ചേട്ടനൊന്ന് പോകുന്നുണ്ടോ? എണീക്കൂ രാഘവൻ ചേട്ടാ. അയ്യോ എണീക്കൂ. എടി, അയ്യോ ചേച്ചി, ചേച്ചി വരൂ. അയ്യോ ചേച്ചി, എന്നെ അടിക്കാൻ ഇത്ര കൈയായിരുന്നു. ഞാനൊരു പാവം അറിയാത്ത ഒരു പാവം അതിട്ടന്നെ. എന്നിട്ടാണ് എന്റെ ഭർത്താവിനോട് കെട്ടിടുന്നത്. അയ്യോ അയ്യോ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ നിലവിൽ എത്ര നാളായി തുടങ്ങിയിട്ട്. പാമ്പ് നിന്നെ രക്ഷിച്ച എന്നെ നീ കടിക്കുമല്ലേ? എന്റെ കുഞ്ഞാനെ തന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. എന്നെ വിശ്വസിക്കോ? എന്നെ വിശ്വസിക്കോ? അയ്യോ, നിന്നെ വിശ്വസിക്കണം അല്ലേ? പേടിച്ചു വെച്ചോളെ. നിന്നെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് എന്റെ കുറ്റമാണ്, എന്റെ കുറ്റം. പല്ലട്ടിയെ രുചി ഇറങ്ങിയത് ഒരടി ഇറങ്ങിയത് ഞാൻ മറന്നുപോയി. എന്റെ പൊന്നു ചേച്ചി, എന്നെ കൊന്നോളൂ, പക്ഷെ എന്നെ തെറ്റിദ്ധരിക്കരുത്. എവിടെ നീ വഴിക്കറന്ന് പുഴുത്തല്ലോ. നിന്റെ തല തിരുത്തി എന്നെ എന്റെ കുഞ്ഞിനെ വഴിയാതാക്കാൻ അല്ലടി ഇനി ഇറങ്ങി പുറപ്പെടുകയോ? ഈ നിമിഷം നീ ഇവിടെ നിന്ന് വലിയ ഇറങ്ങണം. അയ്യോ ചേച്ചി, ഞാൻ എവിടെ പോകും? അയ്യോ, നീ എവിടെങ്കിലും പോയി ചാടി. അയ്യോ ചേച്ചി, മോളെ കരയാതെ, മോളെ കരയാതെ. അച്ഛൻ ജോലിക്ക് പോണം മോളെ. മോളെ കരയാതെ. ഓ മോളെ കരയാതെ മോളെ. അച്ഛൻ ജോലിക്ക് മോള് സമ്മതിക്കുന്നില്ല. ജോലിക്ക് പോകും. അല്ല, നാണിയമ്മയ്ക്ക് വീട്ടിൽ ഒരുപാട് ജോലി കാണും. അതൊന്നും സാരമില്ല മോനെ, ഞാൻ 5-6 വെച്ചതല്ലയോ. എന്റെ പൊന്നുകൂടെ എന്ന് വെച്ചോളാം. അപ്പൊ ഞാൻ പോകും. നിന്നെ വിശ്വസിക്കണം അല്ലേ? പേടിച്ചു വെച്ചോളെ. നിന്നെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത് എന്റെ കുറ്റമാണ്. നിന്റെ തല തിരുത്തി എന്നെ എന്റെ കുഞ്ഞിനെ വഴിയാതാക്കാൻ അല്ലേ ഇനി ഇറങ്ങി പുറപ്പെടുകയോ? ഈ നിമിഷം നീ ഇവിടെ നിന്ന് വെളിയിറങ്ങണം. നീ എവിടെങ്കിലും പോയി ചാടി.
വന്ന് സംസാരിച്ചു. ഈ സ്ത്രീ എന്തിനാ കാറിന്റെ മുമ്പിൽ എടുത്തു ചാടിയത്? കാറ്റ് കൊള്ളാൻ ചോദ്യം കേട്ടു. ഡോക്ടർ സാറ് കാർ ഓടിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയില്ല. പഞ്ചാലി, ഇത്രയും കാലത്തെ എന്റെ എക്സ്പീരിയൻസിന് ശേഷം കാറ് കയറ്റി ഞാൻ ആരെയും കൊന്നിട്ടില്ല. അതെന്റെ കഴിവാണോ അല്ലയോ? രാത്രി ടെമ്പറേച്ചർ നോക്കണം. ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവിടെ അടുത്ത് തന്നെ കിടത്തേക്കും. അത് രാത്രി ഉണരുമ്പോ കുഞ്ഞിനെ കണ്ടെങ്കിൽ അത് ഷോക്കായി. നിങ്ങൾ പോയി കുഞ്ഞിനെ അങ്ങ് കൊണ്ടുവരാനാ അവള് പറയുന്നത്. അപ്പോഴേ ശങ്കരി, എനിക്കൊരു സംശയം. ഇവൾ എന്റെ മോള് തന്നെയല്ലേ? പിന്നെ വെളിനേരത്തെ കൊണ്ട് അനാവശ്യം പറയരുത് കേട്ടോ. അതല്ല, ഇവൾ എന്റെ മോളാവുമ്പോ ഇവളേക്കാൾ എത്രയോ ഇരട്ടി വാശി എനിക്കുണ്ടാവണം. അതുകൊണ്ട് ഞാൻ പോണില്ല, നീ പോണതാ നല്ലത്. എന്റെ പട്ടി പോവും. അതിലൂടെ പട്ടി ശുനകന് പകരം ഞാൻ പോണമെന്നാണോ നിന്റെ സൂചന? ചുമ്മാ അതും ഇതും പറഞ്ഞ് നേരം കളയാതെ. അവളുടെ വിഷമം എനിക്കേ അറിയാവൂ. നമുക്ക് ആരെങ്കിലും വിട്ട് കുഞ്ഞിനെ എങ്ങേടിപ്പിച്ചാലോ? മോഷ്ടിക്കാമെന്നാണോ? നമ്മുടെ കുഞ്ഞിനെ എടുത്തോണ്ട് വരുന്നത് മോശമാണോ? പറയാണ്ട് എടുത്തോണ്ട് വരികയാണെങ്കിൽ അതിന്റെ പേര് മോഷണം എന്നാ പറയാറുള്ളത്. പറഞ്ഞ ആ മനുഷ്യൻ കുഞ്ഞിനെ തന്നയക്കത്തില്ല. അതുകൊണ്ടേ മോഷണമെങ്കിൽ മോഷണം തന്നെ. അത് വേണോ? വേണം. പക്ഷേ മോഷ്ടിക്കാൻ പോണത് നീയോ ഞാനോ? അതിനൊക്കെ ആളുണ്ട്. Then proceed. അയ്യോ, ഞാൻ എടുത്തില്ല. നീ എടുക്കുന്നല്ല, കുഞ്ഞിനെ കാണുന്നില്ല. ഇവർ ഉണർന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ ചോദിച്ച് നമ്മൾ എവിടെ കൊടുക്കും? കുഞ്ഞെ അല്ലേ, നീ വല്ല ഈവനിങ് വാക്കിന് പോയി കാണും, അത് സിനിമയ്ക്ക് പോയി കാണും. ആളൊന്ന് എന്നോ കുഞ്ഞെ 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 പഞ്ചാലി കുഞ്ഞെ പഞ്ചാലി കുഞ്ഞെ. അയ്യോ പഞ്ചാലി, ഇനി വല്ല കള്ളന്മാരും കുഞ്ഞിനെ മൂട്ടിച്ചു കൊണ്ടുപോയി കാണും. അതിന്റെ കഴുത്തിലുള്ള ആധാരം എടുക്കാൻ. അയ്യോ, അവരാ കുഞ്ഞിനെ കൊന്നു കളയും. അയ്യോ മോനെ മോനെ, അയ്യോ ഇതെന്റെ കുഞ്ഞല്ല, നിന്റെ കുഞ്ഞല്ലേ? ഇതെന്റെ കുഞ്ഞല്ല, എന്റെ കുഞ്ഞാണ്. നിങ്ങൾ അവിടെ ഈ ഒരു കുഞ്ഞ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ ആൺകുഞ്ഞെങ്ങനെ പെൺകുഞ്ഞ അതല്ലേ അറിയണ്ടേ? അത് ഞങ്ങൾ എങ്ങനെ അറിയും സാർ? ഇത് വേറെ ആരുടെയാ കുഞ്ഞാ? ഇത് കൊണ്ടുപോകും. പോലീസിനെ നോക്കിക്കും. അയ്യോ, കയ്യിലെങ്ങാണ്ട് ഇട്ടിട്ട് പോയാൽ അതും കഷ്ടമാണല്ലോ. അതീ പേരം കൊന്നു കളയാണല്ലോ. അയ്യോ, അത് വേണ്ട, നല്ല കൊച്ചു.
എന്റെ കുഞ്ഞെവിടെ? എന്റെ കുഞ്ഞിനെ കണ്ടില്ല എന്നും പറഞ്ഞ് ഒരുത്തി ഇവിടെ കുത്തിയിരിക്കുന്നു. അപ്പൊ വേറൊത്തി കൊണ്ട് നേരം വിളിക്കാൻ കയറി വന്നിരിക്കുന്നു. എന്റെ കുഞ്ഞെവിടെ എന്ന് ചോദിച്ചോണ്ട്. ഈയുടെ കുഞ്ഞായിരുന്നു. എന്താ നിങ്ങൾ കണ്ടോ? ഇല്ല, വഴിക്ക് വെച്ച് ആരോ പറയുന്നത് കേട്ടു. വഴിയിലോ? വഴിയിൽ ആര് പറയുന്നത് കേട്ടു? എന്റെ കുഞ്ഞെവിടെ? അത് പിന്നെ കാണിച്ചുതരാം. ഇതൊക്കെ കിട്ടിയിരിക്കുന്നത് അവരൊരു ഉപദ്രവിച്ചോ? ആരേ? വന്നു 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 വന്നു. സത്യം പറയണം, ആ കുഞ്ഞെവിടാണെന്ന് അറിയാമോ? എന്റെ കുഞ്ഞെവിടാണെന്നാ ഞാൻ ചോദിച്ചത്. ഇവിടുന്ന് ഒരു കുഞ്ഞ് കാണാതെ ഉടനെ നിന്റെ കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഓടിച്ചാടി ഇവിടെ വന്ന് എന്തിനാണോ ഞാൻ ചോദിക്കുന്നത്? ഒരു കാര്യം തീർച്ച, ആ കുഞ്ഞ് കാണാതെ പോയതിന്റെ ഉത്തരവാദികൾ നിങ്ങളാണ്. സത്യം പറഞ്ഞോണം, അല്ലെങ്കിൽ ഞാൻ പോലീസ് ഫോൺ ചെയ്യും. എന്റെ പൊന്നു ചന്ദ്ര, ഒരബദ്ധം പറ്റിപ്പോയി. ഇവളുടെ കുഞ്ഞാണെന്ന് കരുതിയാണ് ഞങ്ങൾ ആ കുഞ്ഞിനെ എടുപ്പിച്ചത്. എന്ത് ദ്രോഹമാണ് നിങ്ങൾ ചെയ്തത്? ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന് ശേഷം ഈ സ്ത്രീ ഉരിയാടിയിട്ടില്ല. എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ കുഞ്ഞിനെ തള്ളയ്ക്ക് നിങ്ങൾ സമാധാനം പറയുന്നു. എങ്ങനെ ഇരിക്കണോ ശങ്കരേ നിന്റെ ബുദ്ധി? എന്റെ ദേവി, ഒരാപത്തും സംഭവിക്കല്ലേ. അതുകൊണ്ട് ആ കുഞ്ഞ് തൊഴിലുണ്ടെന്നറിയാം? അറിയില്ലേ ചന്ദ്ര? കുഞ്ഞിനെ എടുത്തോണ്ട് പോയ ആളുകളെ അറിയാം. കുഞ്ഞിനെ തിരികെ എവിടെ കൊണ്ടുവന്ന് വെക്കണമെന്ന് പറഞ്ഞാണ് അയച്ചത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നേരെ മുടക്കുന്നതിന് മുമ്പേ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് വെച്ചില്ലെങ്കിൽ കാര്യം വേറെ. ഇവിടെയാണ് ഭിക്ഷകാരല്ലോ. ഞങ്ങൾ ഇവിടെയാണ് സാർ കൂടെ കിടക്കുക. എന്നാ ഭിക്ഷകാരടുത്തോണ്ട് പോയിട്ടുണ്ടാവും. നിങ്ങളെയൊക്കെ ഞാൻ പോലീസിൽ ഏൽപ്പിക്കാത്തത് എന്റെ ഭാര്യ ഇവിടെ കേസിൽ കുടുങ്ങുമെന്ന് വിചാരിച്ചാണ് കേട്ടോ. സാറേ 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 പിഞ്ചു കുഞ്ഞിന് വല്ലതും തരണേ സാറേ. അയ്യോ സാറേ, എന്തേലും തരണേ സാറേ. ഈ കുട്ടി കാര്യമില്ലേ? ഈ സ്ത്രീ കുഞ്ഞുമായിട്ട് ഇവിടെ വരുമ്പോൾ അവർക്ക് ബോധം ഉണ്ടായിരുന്നില്ല. ബോധം തെളിഞ്ഞപ്പോൾ അവരുടെ കുഞ്ഞിനെ ആരും മോഷ്ടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം ആ സ്ത്രീ ഉരിയാടിയിട്ടില്ല. ഇതിനി പ്രത്യേകിച്ച് ചികിത്സ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിന് ശക്തിയായ ഷോക്ക് തട്ടിയിട്ടുണ്ട്. ശുശ്രൂഷയൊക്കെ കൊണ്ട് കാലക്രമേണ മാറാവുന്നതേ ഉള്ളൂ. മിസ്റ്റർ നായർ എന്ത് പറയുന്നു? അയ്യോ, വാര്യർ സാറെ പോലുള്ള ഒരാളെ അഭിപ്രായം പറയുമ്പോൾ ഞാൻ എന്ത് പറയാനാ? തന്നെയുമല്ല, മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ ഗുരുവല്ലേ അങ്ങ്. നമുക്ക് വീണ്ടും നോക്കാം. ശുശ്രൂഷയും ദിവസങ്ങളും കുറെ കഴിയട്ടെ. നമ്മളെ ആരും ഒന്നും തരുന്നില്ല. ഓ, ഇത് നമ്മുടെ കുഞ്ഞല്ലെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് ഇതിന്റെ കയ്യോ കാലോ ഒടിച്ചാലോ? അത് കൊള്ളാൻ. നമുക്കിതിന്റെ കണ്ണ് രണ്ടും കുത്തി കുത്തിക്കാം. അത് നല്ല കുട്ടിയാണ് കേട്ടാ. കണ്ടില്ലാത്ത കുഞ്ഞാണേ, വല്ലതും തരണേ എന്ന് പറയുമ്പോ ആളുകൾ വല്ലതും തന്നേക്കും. ഞാൻ പിടിക്കാം, നിങ്ങൾ കുട്ടി എന്ത് കുട്ടിയെ അമ്മയില്ലാത്ത ഒരു കുട്ടിയെ ഞാൻ വളർത്തുന്നു. ഇപ്പൊ ഒന്നുകൂടി എല്ലാം
പറഞ്ഞാലും അനുസരിക്കുന്നുണ്ട്. പക്ഷെ ഈ സ്ത്രീ കുഞ്ഞു പോയതിനു ശേഷം ഇതുവരെ ഒരു വാക്ക് പോലും വേണ്ടി ഇപ്പൊ നാണിയമ്മച്ചിയുടെ ജോലി ഇരട്ടിയായി. അതെല്ലാം നാണിയമ്മ നോക്കിക്കോളാം. ഏയ്, രണ്ടുപേരും നീ കണ്ട അനിയത്തിയും ചേട്ടത്തിയും പോലില്ലേ? രണ്ടുപേരും അനിയത്തിയും ചേട്ടത്തിയും പോലെ തന്നെ വളരട്ടെ. അത് ദൈവനിശ്ചയമായിരിക്കും. ഇതിനൊക്കെ ഒരു പേരുകളുണ്ട്. എന്റെ മോക്ക് പേരുണ്ടല്ലോ, ചന്ദ്രിക. ചന്ദ്രിക മാത്രമാണ്. മറ്റേ ഇന്ദിരാന്ന് പേരിട്ടോ? ഇട്ടോ, നല്ല പേര്. ഇന്ദിര ചന്ദ്രിക. ചന്ദ്രിക ഡാൻസ് കളറൊന്നും കേട്ടോ, പേര് കേട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഡാൻസ് പഠിപ്പിച്ചാലോ? കുറച്ച് കൊള്ളാം, ഫൈവ് ഐഡിയ. പക്ഷെ കുറച്ച് വിഷമമാണ് കേട്ടാ. സാരമില്ലെന്നേ. ഇങ്ങനെ വരട്ടെ, വരട്ടെ, ഇങ്ങനെ വരട്ടെ. മംഗളമുണ്ടാകട്ടെ. ആശാനെ, എനിക്ക് പരിപാടി ബുക്ക് ചെയ്യാനൊന്നും അറിഞ്ഞൂടാ. എല്ലാ ആശാൻ കൂടെ ഇരുന്ന് ചെയ്തു തരണം. ഒന്നും വിഷമിക്കണ്ട. ഗുഡ് ന്യൂസ് ഹരി. ഞാന് ഇന്ദിരാ ചന്ദ്രികമാരുടെ ഡാൻസിനെ പറ്റി കൂടെ പറയാറില്ലേ? അവരിതാ നമ്മുടെ ടൗണിൽ വന്നിരിക്കുന്നു. ഇന്ന് ടൗൺ ഹാളിൽ അവരുടെ ഡാൻസ് പരിപാടിയുണ്ട്. നമുക്ക് കാണാൻ പോണം. അയ്യോ, ഈ സ്ത്രീയുടെ ഒറ്റയ്ക്ക് വിട്ടേച്ചോ? ഈ സ്ത്രീക്ക് ഇത്രയൊക്കെ ചെയ്തു കൊടുത്തത് മതി. വല്ലപ്പോഴേക്ക് ഡാൻസ് നാടകമൊക്കെ കണ്ടില്ലെങ്കിലുണ്ടല്ലോ, എന്റെ ആ നർമ്മബോധം ഇരുന്ന് കുരുടിച്ചു പോകും. ചേട്ടാ, ഇവരൊന്നും ചേട്ടാ എന്റെ നാടകം വേണ്ടെന്ന് വെച്ചു, നമ്മുടെ ഗാഹി പരിപാടി വേണ്ടെന്ന് ചാണകം മതിയാമോ? നമുക്കൊരു കാര്യം ചെയ്യാം, അവരെ കൂടെ കൊണ്ടുപോവാം. ആട്ടെ, ഹോസ്റ്റലിലേക്ക് മോന് പണം അയച്ചോ? അയ്യോ, നീ പറഞ്ഞേ നന്നായി കേട്ടോ. ഞാൻ ആ പണം എടുത്ത് പാക്കറ്റ് വെച്ചിരിക്കുന്നു, വായിക്കാൻ പറ്റില്ല. നാളെ രാവിലെ നമുക്ക് ATM ആയിട്ട് അയക്കാം. ഇല്ല, നീ ഓർപ്പിക്കണേ. തജം തത്രകടക തതി തങ്കടക തങ്കടക തജം തത്രകടക തോം തത്തോം തജം തത്രകടക തോം തത്തോം തജം തത്തോം തജം തത്തോം തജം 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 തദാ കുജണം തരിത തദ കുജണം തരിതി താ കുജണം തരി തദ കുജണം തരി താ കുജണം തദ കുജണം ധണം ഗിണം തദ്ദിത്ത ത്രകടം തരികിണ തൊന്ത ദിത്ത ത്രകടം തരികിണ തൊന്ത തത്രകടം തരികിണ തൊന്ത ദികിണ തൊന്ത ദികിണ തൊന്ത താ കുജണം തരിത തദ കുജണം തരിതി താ കുജണം തരി തദ കുജണം തരി താ കുജണം തദ കുജണം ധണം ഗിണം തദ്ദിത്ത ത്രകടം തരികിണ തൊന്ത ദിത്ത ത്രകടം തരികിണ തൊന്ത തത്രകടം തരികിണ തൊന്ത ദികിണ തൊന്ത ദികിണ തൊന്ത. ഹരിതകാനന ശ്യാമളഛായയിൽ മധുരമാലേയ സൗരഭ്യധാരയിൽ ഹരിതകാനന ശ്യാമളഛായയിൽ മധുരമാലേയ സൗരഭ്യധാരയിൽ ആനന്ദലീനരായി
ഗാനങ്ങൾ പാടി ആനന്ദലീനരായി ഗാനങ്ങൾ പാടി ആരോമലേ നമുക്കിരിക്കാം ആരോമലേ നമുക്കിരിക്കാം മധുപകരാം അതു നുകരാം മധുപകരാം അതു നുകരാം മദതര സ്വപ്നങ്ങൾ കാണാം മദകര സ്വപ്നങ്ങൾ കാണാം പച്ചമല പൈങ്കിളിയെ പഞ്ചാര കുറത്തി കൊച്ചുകള്ളി നിന്നെ കാണാൻ ഓടിയോടിയെത്തി ഏനോടിയോടിയെത്തി പണ്ട് ചൊന്ന പോലെ പാകപൂത്ത മാസത്തെ വന്നില്ലല്ലോ കാണാൻ ഞാൻ വന്നില്ലല്ലോ കാണാൻ എൻ കുറത്തി നിനക്കു വേണ്ടി 7 നാട് ചുറ്റി തങ്കവള കരിവളയും പൊട്യാണവും വാങ്ങി തങ്കവള മാത്രമായാൽ ചങ്കിനുള്ളിൽ വാഴും പൈങ്കിളിക്ക് പശി മാറ്റാൻ എന്തോ നൽകും താന് എന്തോ നൽകും താന് മനസ്സിലെ പൈക്കിടാവിൻ പാലു നൽകാം മാർച്ചൂടിൽ നിന്നെടുത്ത തേനും നൽകാം പുന്നാരം പറയുന്ന പുലിക്കുറവ വന്നാട്ടെ വന്നാട്ടെ കൈ തന്നാട്ടെ ലല്ലാലാ ലല്ലാലാ ലാലലാലാ ലല്ലാലാ ലല്ലാലാ ലാലലാലാ ലല്ലാലാ ലല്ലാലാ ലാലലാലാ ലല്ലാലാ ലല്ലാലാ ലാലലാലാ ഡോക്ടർ ദുശാസൻ, ഇദ്ദേഹമാണ് ഡോക്ടർ വാര്യർ, വലിയ മനഃശാസ്ത്ര വിദഗ്ധനാണ്. നമസ്കാരം. ഞാനിപ്പോ തൽക്കാലം കലയൊക്കെ ഉപേക്ഷിച്ചു. വന്ന കാര്യം, സാറിന്റെ കൂടെ ഇന്നൊരു സ്ത്രീ വന്നിരുന്നു, അവരെ പറ്റി അറിയാനാണ്. ആ സ്ത്രീ നിങ്ങൾ അറിയുമോ? അറിയും. മകി പോയി ആ സ്ത്രീയെ വിളിച്ചോണ്ടിരുന്നു. ഇന്നലെ കണ്ടപ്പോ അവർക്കെന്തോ അസുഖമുള്ളതുപോലെ തോന്നി. എന്താ വല്ല അവരുടെ കുട്ടിയെ ആരോ മോഷ്ടിച്ചോണ്ടുപോയി. അതിനുശേഷം ആ സ്ത്രീ ഉരിയാടിയിട്ടില്ല. അവരന്വേഷിച്ച് ആരും വന്നില്ലേ? ഇല്ല. അവരുടെ ഭർത്താവും വന്നില്ലേ? ഇല്ല. എന്താ ഇവരുടെ പേര്? സുമതി എന്നാണ് പേര്. എന്റെ ഒരു പരിചയക്കാരന്റെ മകളാണ്. സുമതി അറിയുമോ ഇമ്മനെ? കുഞ്ഞിനെ കാണാതായതിനു ശേഷം ഇങ്ങനെയാ. കുഞ്ഞിനെ ആര് കൊണ്ടുപോയി? കുഞ്ഞിനെ ഭിക്ഷക്കാർ കൊണ്ടുപോയെന്നാണ് അറിയുന്നത്. ഭിക്ഷക്കാർ കൊണ്ടുപോയി. ഇവിടെ അടുത്ത് കൊച്ചുപിലാമൂട് എന്നൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഭിക്ഷക്കാരാണ് കുട്ടി എടുത്തുകൊണ്ട് പോയത്. എന്നാണ് ഈ സംഭവം നടന്നത്? ഒരു 10-16 വർഷമായി കാണും. കുട്ടി ആൺകുട്ടിയോ പെൺകുട്ടിയോ? പെൺകുട്ടി. കുട്ടി എന്ത് ചെയ്യും? ഡോക്ടർ, ഡോക്ടർ, ആ കുട്ടി ഇതാണ്. ഇത് ആ കുട്ടിയോ? അതെ. 16 വർഷങ്ങൾക്ക് മുമ്പ് ഭിക്ഷക്കാർ കണ്ണുകുത്തി പൊട്ടിക്കാൻ ശ്രമിച്ച ഈ കുട്ടിയെ ഞാൻ രക്ഷിച്ചു. സുമതി, ഇത് മോള് വന്നിരിക്കുന്നു. മോളെ, ഈ നിൽക്കുന്നതാണ് മോളുടെ അമ്മ. എന്റെ അമ്മയോ? അതേ മോളെ. മോള് അമ്മയെന്നൊന്ന് വിളിക്കൂ. ചെല്ലു മോളെ, വിളിക്കും മോളെ.
അമ്മേ, സുമതി, നിന്റെ മോളെ കണ്ട് നിനക്ക് മനസ്സിലായില്ലേ? നോക്ക്, അവളെ മോളൊന്ന് വിളിക്കൂ സുമതി. സുമതി, നിന്റെ മോൾ എത്ര മിടുക്കിയായിരിക്കുന്നു നോക്കൂ. നിന്റെ മോള് തിരിച്ചു വന്നു സുമതി. സുമതി, ഞാൻ നിന്റെ മോൾ അടുത്തിരിക്കുന്നു സുമതി. അവളെ മോളെ ഒന്ന് വിളിക്കൂ സുമതി. സുമതി, അവളെ വിളിക്കുന്നു സുമതി. ഒന്ന് നോക്കൂ സുമതി. വിളിക്കൂ സുമതി. നോക്കൂ സുമതി. ഒന്ന് നോക്കൂ സുമതി. സുമതി, ഇതാ നോക്കൂ സുമതി, നിന്റെ മോളാണ് വന്ന് നിൽക്കുന്നത്. സുമതി, നോക്കൂ സുമതി, ഞാനാണ് നിന്റെ ശങ്കരേട്ടൻ. സുമതി, നിന്റെ ശങ്കരേട്ടനാണ് വിളിക്കുന്നത്. സുമതി, സുമതി. ചെറുപ്പത്തിൽ നടന്ന എന്തെങ്കിലും സംഭവം അവരെ ഒന്ന് ഓർമ്മപ്പെടുത്തി നോക്കൂ. മണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. ഉലയനാർ മണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. ആളിമാരൊത്തുകൂടി ആമ്പൽ പൂക്കടവിങ്കൽ ആയില്യപ്പൂനിലാവിൽ കുളിക്കാൻ പോയി. പുലയനാർ മണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ നിന്ന മലവേട ചെറുക്കന്റെ മനം തുടിച്ചു. അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ നിന്ന മലവേട ചെറുക്കന്റെ മനം തുടിച്ചു. അവളുടെ പാട്ടിന്റെ ലഹരിയിൽ അവൻ മുങ്ങി. അവളുടെ പാട്ടിന്റെ ലഹരിയിൽ അവൻ മുങ്ങി. ഇളം കാറ്റിലിളകുന്ന വല്ലി പോലെ പുലയനാർ മണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. കേളിനീരാട്ടിന് കളിച്ചിറങ്ങിയവൾ താളത്തിൽ പാട്ടുപാടി തുടിച്ചിറങ്ങി. കേളിനീരാട്ടിന് കളിച്ചിറങ്ങിയവൾ താളത്തിൽ പാട്ടുപാടി തുടിച്ചിറങ്ങി. അവളുടെ നെറ്റിയിലെ വരമഞ്ഞൾ കുറിയാലെ അവളുടെ നെറ്റിയിലെ വരമഞ്ഞൾ കുറിയാലെ അരുവിയിൽ ചെമ്പൊന്നിൻ പൊടി കലങ്ങി. പുലയനാർ മണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. ആളിമാരൊത്ത്
ഒത്തുകൂടി ആമ്പൽ പൂക്കടവിങ്കൽ ആയില്യ പൂനിലാവിൽ കുളിക്കാൻ പോയി പുലയനാർ മണിയമ്മ. കൂടി സംശയിച്ചപ്പോ എനിക്ക് ജീവിക്കേണ്ടത് തോന്നി. അങ്ങനെയാണ് ഞാൻ കാരണവും പിച്ചാടിയത്. പിന്നീടൊന്നും എനിക്കറിയില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ദിര ചങ്ങൻകുട്ടിയുടെ മകളാണെന്ന് പറയുന്നു. ആ മകളെ അച്ഛന്റെ കയ്യിൽ തന്നെ കിട്ടി. ഈ സംഭവങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു ഡോക്ടർ. ഇന്നിപ്പോ എന്തറിയാനാണ്? അറിയാനുള്ളതൊക്കെ അറിഞ്ഞില്ലേ? പഴയ കഥകൾ ഓർമ്മിച്ച് നമ്മളെ പറഞ്ഞു കേൾപ്പിക്കത്തക്ക ഓർമ്മശക്തി സുമതിക്ക് തിരിച്ചു കിട്ടിയില്ലേ? അത് തന്നെ വലിയ കാര്യം. ഇനി എന്തിനാ കരയുന്നത്? നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടിയില്ലേ? സമാധാനമായിരിക്കും. ഒന്ന് ചിരിക്കും. ഇങ്ങനെ രോഗിയെ കൊണ്ട രോഗിയെ കൊണ്ടാന്നും പറഞ്ഞല്ലേ എന്നെ വിളിച്ചിട്ട് വന്നത്. ഇപ്പൊ സംശയമില്ലാണ്ട് ഒരു ചെറിയ സംശയം. ചെറുതാക്കണ്ട, വലിയ എന്താണ് സംശയം? ഈ രണ്ട് പെൺകുട്ടികളും സുമതിയുടെ മക്കളാണോ? ആര് പറഞ്ഞവര് എനിക്ക് കാണിച്ചു തരാമെങ്കിൽ ഞാൻ അവനിക്ക് നിന്നു. ഇന്ദിര ശങ്കരൻകുട്ടിക്ക് സുമതിയിലുള്ള കുട്ടി, ചന്ദ്രയ്യ ശങ്കരൻകുട്ടിക്ക് വേറെ ഏതോ പെണ്ണുകളുള്ള കുട്ടി. രണ്ടും ശങ്കരൻകുട്ടിയുടെ കുട്ടികളാണ്. ആ കുട്ടികളുടെ ഡാൻസ് ഒന്ന് കണ്ട, അയ്യോ അത് കണ്ട് ഇരുന്നുറങ്ങിപ്പോ. ഇനി രോഗിയുടെ ഡോക്ടറാണ് ചികിത്സിക്കുന്ന വേല നിങ്ങളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ആ തടിയുടെ ഡോക്ടർക്ക് ഞാനല്ലേ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ഇവരെ തൂക്കിയ മുറിക്കകത്തൊരു കിടത്ത് എവിടെ കൊണ്ട് കിടത്തിയാൽ എങ്ങനെയുണ്ട് പരിപാടി? പരിപാടിയൊക്കെ ഞാനും കേട്ടു. ഉഗ്രൻ. പക്ഷേ നിന്നെ ഞാൻ വിടില്ല. നീ ആരാണ്? എന്നെ നീ അറിയില്ല അല്ലേ? പള്ളിമുക്കിലിട്ട് നീ കുത്തിക്കൊന്നില്ലേ കേശവനാശാൻ? അയാളുടെ ശിഷ്യൻ പിച്ചാത്തി ചെല്ലപ്പനാണ് ഞാൻ. നിന്നെ ഇത്രയും കാലം ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇനി നീ രക്ഷപ്പെടാൻ ഇവനെ അകത്തുകൊണ്ട് ഇറക്കി. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാധവ കാക്ക കൊത്തിപ്പോയതുപോലെ 16 കൊല്ലമായിട്ട് നമ്മൾ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം ഇതാ കാക കൊത്തിക്കൊണ്ട് പോകും. കണ്ടോ കണ്ടോ, അത് പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് തൃപ്തിയാണ്. ഡോക്ടർ ചന്ദ്രൻ, നിങ്ങളെ ഒരു ചർച്ചവാണോ? സ്വച്ഛമാണോ? ഒരു സുമതിയെയും അവരുടെ മകളെയും നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായി സുമതിയുടെ ഭർത്താവ് സുകുമാരൻ ഒരു പെറ്റീഷൻ തന്നിട്ടുണ്ട്. അതെ, സുമതിയുടെ ഭർത്താവ് ഞാനാണ് എന്ന് പറഞ്ഞാൽ സുമതിയെ നിങ്ങൾ കല്യാണം കഴിച്ചത്. ആ ദുഷ്ടൻ എന്നെയും എന്റെ അച്ഛനെയും അമ്മയൊക്കെ പറഞ്ഞു കളിപ്പിച്ചതാണ്. കല്യാണം കഴിച്ചിട്ട് ഒരു ദിവസം പോലും ഞാൻ അയാളുടെ കൂടെ താമസിച്ചിട്ടില്ല. ഇത് അയാളുടെ മകളുമല്ല. ഇതൊക്കെ നിങ്ങൾ കോടതിയിൽ പറയേണ്ട കാര്യങ്ങളാണ്. എനിക്ക് നിങ്ങൾ കോടതിയിൽ ഹാജരാക്കണം, അത്രയും വേണം. ഇല്ല, ഞാൻ വരില്ല. ആ ദ്രോഹിയോട് ഒന്നിച്ച് പോകാൻ വേണ്ടി ഞാനും എന്റെ മോളും വരില്ല. വന്നില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. ഇവരെ ആ ദ്രോഹിയോടൊന്നിച്ച് അയക്കുന്നതിനേക്കാൾ ഭേദം ഇവിടെ വെച്ച് കൊല്ലുന്നതാണ്. യു ഷട്ട് അപ്പ്. വന്ന് ജീപ്പിൽ കയറുന്നോ അതോ? ഡോക്ടർ പേടിക്കണ്ട. ശരി, സുമതി ഇന്ദിരയും ജീപ്പിലോട്ട് കയറിക്കോളൂ. ഇൻസ്പെക്ടർ സാർ അവരെ കൊണ്ടുപോയിക്കോളൂ. ഞങ്ങൾ വേണ്ട ചെയ്തോളാം. ഞങ്ങളെ രക്ഷിച്ചില്ലേ? പേടിക്കാതെ സുമതി, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? പേടിക്കാതെ മോളെ, ചെല്ലു മോളെ, ചെല്ലു.
അതെല്ലാം പിന്നെ പറയാം. സുമതിയും മകളും അവിടെ. ഒരു സബ് ഇൻസ്പെക്ടർ 2 പോലീസുകാരും കൂടി വന്ന് കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോയി. ഓ ചതിച്ചോ? അത് യഥാർത്ഥ പോലീസുകാരല്ല, ആ സുകുമാരന്റെ ആൾക്കാർ വേഷം മാറി വന്നതാണ്. അയ്യോ, ഇങ്ങനെ ആരാണ്? എന്റെ സ്നേഹിതൻ ചെല്ലപ്പൻ. അയ്യോ, ഇങ്ങനെ പറയുന്ന കാര്യം ശരിയാണ്, കാര്യം അപകടമാണല്ലോ. അവരുടെ ആലോചനയെല്ലാം ഞാൻ മറന്നിരുന്ന് കേട്ടതാണ്. അപ്പൊ സംസാരിച്ചോണ്ടിരിക്കാൻ നേരമല്ല, വേണം. അവരെ അവരെ ആരോ കള്ള പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയി. അവരുടെ പുറകെ പോയിരിക്കുക. അവ എനിക്കറിയില്ല. നിങ്ങളും ചെല്ലപ്പൻ ശങ്കരകുട്ടിക്ക് സഹായത്തായിട്ട് ഇവിടെ നിൽക്കണം. ഞാൻ പോയി ഭരിച്ചു. ചെല്ലപ്പ, നീ എന്തായി കാണിച്ചത്? എന്റെ ആശന്ന ഈ പട്ടിയാണ് ശങ്കരൻകുട്ടി ഞാൻ ഇത്രയും കാലം തേടിക്കൊണ്ടിരുന്നത്. ഇവനാണോ ആശാനെ കൊന്നത്? അതെ, എന്റെ കടമ ഞാൻ നിറവേറ്റി. ഇയാളെ കൊന്നത് ഞാനാണ് സാർ. എന്നെ അറസ്റ്റ് ചെയ്തു.
സംഗീതം കൊണ്ട് ഏത് രോഗവും ഭേദമാക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോ എടി ഭാഗ്യരുതി നീ വിശ്വസിച്ചില്ല. ഇപ്പൊ അതേ സംഗീതം കൊണ്ട് തന്നെ ശങ്കരൻകുട്ടി സുമതിയുടെ മാറാരോഗം മാറ്റിയിരിക്കുന്നു. ഈ പരീക്ഷണത്തിൽ വരപ്രസാദമായിട്ട് കിട്ടിയത് ഈ രണ്ട് കുഞ്ഞുങ്ങളെയാണ്. നിങ്ങൾക്ക് പോകാം. നമസ്കാരം. നമസ്കാരം. പിന്നെ പ്രസാദവും വാങ്ങി തൊഴുകയോടും കൂടി പോകുന്ന നിങ്ങള് ഈ ഡോക്ടർ ദുശാസനെ മറക്കല്ലേ? അയ്യോ, ഒരിക്കലുമില്ല. മിഴിയുള്ള കളിത്ത താളിമാരൊത്തുകൂടി ആമ്പൽ പൂക്കടവിങ്കൽ ആയില്യപ്പൂ